ഓക്കെ. അപ്പം നമ്മുടെ ഈ ചുവർ ചിത്രങ്ങളെന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പണ്ട് പാരമ്പര്യമായി ഉപയോഗിച്ചിരുന്ന 5 നിറങ്ങളാണ്. അപ്പം ഒക്കെ പാരമ്പര്യ ചുവർ ചിത്രങ്ങളിൽ 5 നിറങ്ങളാണെങ്കിലും ഇന്ന് നമ്മൾ മ്യൂറൽ ചിത്രങ്ങൾ കാണുമ്പം അതിൽ 10 നിറങ്ങളോ 12 നിറങ്ങളോ 15 നിറങ്ങളോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നല്ലപോലെ മിക്സിങ് കളേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് നേരത്തെ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന നിറങ്ങളെന്ന് പറയുന്നത് ശരിക്കും നാച്ചുറൽ കളേഴ്സാണ്. അതായത് കാവി മഞ്ഞ, കാവി ചുമപ്പ്, ഇത് രണ്ടും നമ്മൾ ഈ കല്ലുകളിൽ നിന്ന് തന്നെ പൊടിച്ചുപയോഗിച്ചിരുന്ന കളറാണ്. അത് എരുവിക്കര എന്ന് പറയുന്നൊരു പശയും കൂടെ ചേർത്തുകൊണ്ട് മിക്സ് ചെയ്ത് ഉപയോഗിച്ചിരുന്ന, ശരിക്കും നാച്ചുറലായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആ കളറെന്ന് പറയുന്നത് ശരിക്കും ചുവന്ന കല്ലിൽ നിന്നും മഞ്ഞ കല്ലിൽ നിന്നും എടുക്കുന്നതാണ്. അപ്പോൾ അതിനെ മിക്സ് ചെയ്ത് മറ്റൊരു കളറാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ കളർ തന്നെ ഡയറക്റ്റ് ചുവർ ചിത്രങ്ങളിൽ യൂസ് ചെയ്യുമായിരുന്നു. പിന്നെ പച്ചയെന്ന് പറയുന്ന നീലാംബരി എന്ന് പറയുന്ന ചെടിയുടെ ചാറും കോപ്പർ സൾഫേറ്റ് അല്ലെങ്കിൽ തുരിശെന്ന് പറയുന്ന കളറും കൂടെ ചേർത്തുകൊണ്ട്, അത് ഗമ്മാണ്, അത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു കളറായിരുന്നു ഗ്രീൻ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ എരിവിക്കര എന്ന് പറയുന്നത് ഒരു മഞ്ഞ കളർ കട്ടയാണ്. അത് മിക്സ് ചെയ്യുമ്പോൾ പച്ചയും മഞ്ഞയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് ഗ്രീനും, അല്ലെങ്കിൽ നമ്മൾ ഈ കോപ്പർ സൾഫേറ്റിൻ്റെ അളവ് കുറച്ചുകൂടെ കൂട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു നീല കളറായിട്ട് മാറുകയും ചെയ്ത്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ 3 വർണ്ണങ്ങളാണ് ചുവർ ചിത്രങ്ങളിൽ നമ്മൾ വർണ്ണങ്ങളായിട്ട് എടുക്കുന്നത്. പിന്നെ കറുപ്പെന്ന് പറയുന്നത് നമ്മൾ നിലവിളക്ക് കത്തിച്ച് തിരിയിട്ട് കത്തിക്കുന്ന അതിൻ്റെ കരി എടുത്തിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യണം. അങ്ങനെ കറുപ്പ് 4ാമത്തെ വർണ്ണം. വൈറ്റ് എന്ന് പറയുന്നത് പ്രതല വൈറ്റ്. ഈ ഒരു ലെവലിലായിരുന്നു നാച്ചുറലായിട്ട് പാരമ്പര്യമായിട്ട് തുടർന്ന് വരുന്ന ചുവർ ചിത്രങ്ങളെന്ന് പറയുന്നത്. പക്ഷെ നമ്മളിപ്പോൾ കേരള ക്യാൻവാസ് മ്യൂറൽ ചുവർ ചിത്രം എന്നൊക്കെ പറയുന്നെങ്കിൽ നമ്മൾ ഈ 4 കളേഴ്സ് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിത്രങ്ങൾ അട്രാക്റ്റീവായിട്ട് എടുക്കാൻ പറ്റും. നമ്മൾ ഇന്നത്തെ നമുക്കൊരു സിറ്റുവേഷൻ അറിയാം, അഡ്ജസ്റ്റ് പോലുള്ളൊരു കാലമാണ്. അപ്പം എല്ലാം ഡിജിറ്റലൈസ് ചെയ്ത് നമ്മൾ ഏതൊരു ചിത്രം ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും എന്താണ് അതിൻ്റെ നമ്മൾ കാണാൻ പറ്റാത്തൊരു വേർഷനിലോട്ട് ആ ചിത്രങ്ങൾ എത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരു ചിത്രം വരച്ചു, ഞാൻ വരച്ചതാണ് എന്ന് പറഞ്ഞ് 5 പേരെ നമ്മൾ കാണിക്കുമ്പോൾ ആ ചിത്രത്തിന് കുറച്ച് രൂപഭംഗി ഉണ്ടാവണം. പിന്നെ അതുപോലെ കാണുമ്പോൾ ഒരു അട്രാക്റ്റീവായ നിറങ്ങളുണ്ടാവണം. അപ്പോൾ ഈ ഒരു 2 സങ്കല്പങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ഡാൻസിങ് ഫിഗേഴ്സിൽ കൊടുത്തത്. ചുവർ ചിത്രങ്ങളിൽ ഡാൻസിങ് ഫിഗേഴ്സായിട്ട് ഇപ്പോൾ ഒരു മോഹിനിയാട്ടം നിൽക്കുന്നതോ അല്ലെങ്കിൽ കഥകളിയുടെ നിൽക്കുന്ന 1-2 ചിത്രങ്ങൾ മാത്രം ആർട്ടിസ്റ്റുകൾ വരച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് ആർട്ടിസ്റ്റുകൾ, ഇപ്പോൾ ഒത്തിരി ആർട്ടിസ്റ്റുകളാണ്. ഞങ്ങളൊക്കെ പഠിച്ചിറങ്ങുമ്പോൾ വളരെ കുറച്ച് ആർട്ടിസ്റ്റുകളായിരുന്നു. 2002 ബാച്ചിലർ ഡിഗ്രി കഴിഞ്ഞ ആളാണ്. പ്രൊഫഷണലായിട്ട് കേരള ചുവർ ചിത്രകല പഠിച്ച ആദ്യത്തെ ബാച്ച് ഞങ്ങളുടെ ബാച്ചാണ്. അതിൽ സ്ത്രീകളിൽ ആദ്യമായിട്ട് ഞാനുമാണ് പഠിച്ചത്. പക്ഷേ ഒഫീഷ്യലായിട്ട് പഠിച്ചതാണെങ്കിലും നമ്മൾ ആ ഫീൽഡിൽ അധികം നിൽക്കാത്തത് കൊണ്ട് അറിയപ്പെട്ടതൊക്കെ വളരെ പിന്നിലാണ്. എങ്കിലും ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ഞാൻ ഒരുപാട് ഇപ്പോഴും ആയിരക്കണക്കിന് ചിത്രകാരന്മാരും ചിത്രകാരികളും ഉണ്ട്. റിയലിസ്റ്റിക്കായിട്ട് വരയ്ക്കുന്നവരെല്ലാം ചുവർ ചിത്രം കൂടെ ഒരു സൈഡായിട്ട് തുടങ്ങുന്നുണ്ട്. കുറച്ചുകൂടെ കൊമേഴ്സ്യൽ പർപ്പസിൽ റിയലിസ്റ്റിക് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റുകളുടെ ചിത്രങ്ങളൊന്നും സെയിൽ ചെയ്ത് പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ഇൻകം സോഴ്സ് എന്ന നിലയിൽ എല്ലാ ആർട്ടിസ്റ്റുകളും, ചിത്രം വരയ്ക്കാൻ അറിയാവുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും ചുവർ ചിത്രകലയോട് പഠിക്കുന്നുണ്ട്. വളരെ ഷോർട്ട് ടൈം കോഴ്സുകളും നീണ്ട കോഴ്സുകളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്കില്ലുള്ളവർക്ക് വളരെ എളുപ്പം ഒരു ക്രാഫ്റ്റ് പോലെ വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റുന്നതാണ് ചുവർ ചിത്രം എന്നുള്ളത്. ഇച്ചിരി പാടാണ്, സമയമെടുക്കും, ഒക്കെയാണെങ്കിലും കുറച്ച് ആഗ്രഹമുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ചുവർ ചിത്രകല എന്ന് പറയുന്നത്. അപ്പോൾ ചുവർ ചിത്രകലകൾ പഠിക്കാനായിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇപ്പം ചിത്രങ്ങൾ വരയ്ക്കുന്നത്, ഭയങ്കര രസമുള്ള ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മളിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കേരള ചുവർ ചിത്രകല എന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ചിത്രങ്ങൾ വരും. ആ ചിത്രങ്ങൾ തന്നെ നമ്മളെടുത്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് ട്രേസ് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ നോക്കും, ആ ചിത്രമോ ഈ ചിത്രമായിട്ട് നോക്കണ്ട, അതിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരുന്നു, ആ ഫേസ് കുറച്ചുകൂടെ കൊള്ളായിരുന്നു എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ അത് ഇന്ന ആർട്ടിസ്റ്റിൻ്റെ ചിത്രമല്ലേ എന്ന് അറിയാവുന്നവർക്ക് അറിയാം. അപ്പം നമ്മൾ വരയ്ക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് എൻ്റെ ഉള്ളൂ ഡിഫറൻറ്റ്. ഗൂഗിളിൽ നോക്കി അതിനകത്ത് കാണരുത്, അല്ലെങ്കിൽ പുറത്തൊരു ആർട്ടിസ്റ്റിൻ്റെ കയ്യിലുള്ളൊരു ചിത്രമെന്ന് അവകാശപ്പെടാൻ പറ്റില്ല. ഇത് ഞാൻ തന്നെ ഇന്ന ആളുടെ കയ്യിൽ നിന്ന് പഠിച്ച ഒരു ചിത്രം, എൻ്റേതായിട്ടുള്ള ഫസ്റ്റ് ചിത്രം എന്നുള്ള രീതിയിൽ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും അഭിമാനത്തോടെ നിങ്ങളുടെ ഒരു ചിത്രം എന്ന നിലയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. എങ്കിലും ഏതൊരു സമയവും നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഡീറ്റെയിൽ ചോദിക്കാം, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഈ ഒരു കോഴ്സ് നമ്മൾ
പൂർത്തീകരിക്കുന്നതുമ്പം എല്ലാവരുടെയും ചിത്രങ്ങൾ പൂർത്തീകരിക്കാൻ നിങ്ങളുടെ പൂർണ്ണമായ ഒരു സപ്പോർട്ട് സഹകരണം ഉണ്ടാകുക. എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിലൊരു ചിത്രം ആക്കാനായിട്ട്. നമുക്ക് ചിത്രം നിങ്ങളെല്ലാവരും കണ്ടു കാണും. സൈസിനെ കുറിച്ചൊക്കെ പലർക്കും അറിഞ്ഞുകൂടാതായിരിക്കും. അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിലോട്ടാണ് പോകുന്നത്. പ്രിൻറ്റ് കിട്ടാത്തവരും കാണും. ശരിക്കും കോഴ്സ് ഫീസ് അടച്ചവർക്ക് മാത്രമാണ് ഞാൻ പ്രിൻറ്റ് ഓക്കെ. ഇതാണ് നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ എൻ്റെ ടേബിളിൽ ഇരിക്കുന്ന ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് A1 സൈസിൽ ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചിരിക്കുകയാണ്. A1 സൈസിൽ പ്രിൻ്റ് എടുത്തൊരു ചിത്രമാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അപ്പം A1 സൈസ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു ചാർട്ട് പേപ്പറിൻ്റെ അളവാണ്. കറക്റ്റ് ഇതുണ്ട്. ഇതിനകത്ത് കുറച്ച് സ്പേസ് ഇവിടെ മുകളിലുണ്ട്. അതൊഴിച്ച് നോക്കിയാൽ നമുക്കൊരു ചാർട്ട് പേപ്പർ, ഫുൾ ചാർട്ട് പേപ്പർ എടുക്കുന്ന ഒരു സൈസാണ് A1 സൈസ് എന്ന് പറയുന്നത് കേട്ടോ. അത്യാവശ്യം സ്റ്റാൻഡേർഡ് സൈസാണ്. ഇതുപോലത്തെ ഒരു ചുമർ ചിത്രം നല്ല ട്രഡീഷണലായിട്ട് ചെയ്ത ഒരു ആർട്ടിസ്റ്റിൻ്റെ മേടിക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ 25,000 മേടിക്കും. പക്ഷേ ഇപ്പോഴും എല്ലാവരും ചിത്രങ്ങൾ വരയ്ക്കുന്നു, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കുറവാണ്. പക്ഷേ എപ്പോഴും പുതുതായിട്ട് ചെയ്യുന്ന ഒരു ആശയം അല്ലെങ്കിൽ പുതുതായിട്ട് ചെയ്യുന്ന ഒരു ക്രിയേറ്റീവ് പെയിൻറ്റിങ്സിന് എപ്പോഴും നമ്മൾ പറയുന്ന മാർക്കറ്റിംഗ് വാല്യൂ ഉണ്ട്. അതേസമയം നമ്മളിപ്പോൾ ഒരു ഗണപതിയോ കൃഷ്ണൻ രാധയോ ഒക്കെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ചിത്രം കോപ്പി ചെയ്ത് വെച്ചിട്ട് നമ്മൾ 25,000 എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വാങ്ങാനായിട്ട് ആൾക്കാർ മടിക്കും. അപ്പോൾ ഈ ഒരു ചിത്രത്തിനകത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഏതൊരു സിറ്റുവേഷനിലും വയ്ക്കും. ക്രിസ്ത്യാനിയുടെ വീട്ടിലായാലും ഹിന്ദുവിൻ്റെ വീട്ടിലായാലും ഒക്കെ വയ്ക്കാൻ പറ്റുന്നൊരു ചിത്രമാണ്. മതഭേദമില്ലാതെ വയ്ക്കാൻ പറ്റുന്നൊരു ചിത്രമാണ് ഡാൻസിങ് ഫിഗർ എന്ന് പറയുന്നത്. അത് വയ്ക്കാൻ പറ്റും. പിന്നെ നമുക്ക് റെസ്റ്റോറൻറ്റുകളിൽ, ഓഡിറ്റോറിയങ്ങളിൽ അങ്ങനെയൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ചിത്രം. കൂടുതലും ഒരുപാട് ആളുകൾ വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് ചിത്രങ്ങൾ ഡിമാൻഡുള്ളത്. അപ്പോൾ അങ്ങനെ ഡിമാൻഡുള്ള സ്ഥലങ്ങളിൽ എപ്പോഴും ഒരു റിലീജിയസ് ബേസ് വയ്ക്കാതെ കോമൺ ആശയങ്ങൾ വയ്ക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. അതും കേരള ശൈലിയിൽ തന്നെ. എന്നാൽ കേരളത്തിൻ്റേതായിട്ടുള്ള റിലീജിയസ് അല്ലാത്ത ചിത്രങ്ങളാണ് പൊതുവെ ആർട്ടിസ്റ്റുകൾ നമ്മൾ ഈ ഒരുപാട് ആൾക്കാർ കൂടുന്ന പബ്ലിക് പ്ലേസുകളിൽ വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ എന്തുകൊണ്ടും അട്രാക്റ്റീവായിട്ടുള്ളൊരു ചിത്രമാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ പാരമ്പര്യമായി കേരള ചുവർ ചിത്രകലകളിൽ ഉപയോഗിക്കുന്ന പാരമ്പര്യ ഓർണമെൻറ്റ്സുകൾ ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഒറ്റനാക്ക്, കച്ചവാല്, അരപ്പട്ട, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ തോൾവളകൾ, കൈവളകൾ, മണിമാലകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിതിൻ്റെ പാരമ്പര്യ ഓർണമെൻറ്റ്സായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പാരമ്പര്യമായിട്ട് ചുവർ ചിത്രങ്ങൾ വരച്ച് തുടങ്ങിയ ആർട്ടിസ്റ്റുകളെന്ന് പറയുന്നത് വളരെ പാരമ്പര്യമാണ്. അന്ന് കേരള സംസ്കാരം അനുസരിച്ച് സ്ത്രീകൾ മാറുമറയ്ക്കുന്ന സിസ്റ്റം ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സാരി അങ്ങനെയുള്ള വേഷങ്ങൾ അന്നത്തെ കലാകാരന്മാർക്ക് അറിവില്ലായിരുന്നു. അതുകൊണ്ട് അവരാരും തന്നെ അവരുടെ ചിത്രങ്ങളിൽ സാരി പോലുള്ള വേഷങ്ങൾ ഉൾപ്പെടുത്തിയില്ല. ട്രഡീഷണൽ ചുവർ ചിത്ര കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇന്നത്തെ ആർട്ടിസ്റ്റുകൾക്ക് ഫാമിലിയായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻസിൽ കുറച്ചുകൂടെ ഒരു എന്താണ് കുറച്ചുകൂടെ എല്ലാവരും അല്ല, ഇപ്പം കുറച്ചുകൂടെ ഓപ്പണായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. എങ്കിലും കുറച്ച് പേരെങ്കിലും ഡ്രസ്സൊക്കെ ഇട്ട് കേരള സ്റ്റൈലിൽ തന്നെ ആഗ്രഹിക്കുന്ന ചിത്രങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനൊരു സാരി സ്റ്റൈലിൽ തന്നെ ഡാൻസിങ് ഫിഗറിനെ ഉൾപ്പെടുത്തിയതേ ഉള്ളൂ കേട്ടോ. പിന്നെ തലക്കെട്ടുകളായാലും ഒക്കെ ഏകദേശം ഞാൻ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ചിത്രമാണ്. ഇതിനകത്തൊരു വ്യാളി മുഖം, മുകളിൽ കൊടുത്തിരിക്കുന്ന ഒരു വ്യാളി മുഖമാണ്. പിന്നെ ഒരു ആർച്ചും ഒരു പൂപ്പന്തലും പോലുള്ള പന്തലും ഒക്കെ കാണിച്ചിട്ടാണ് നമ്മൾ ചിത്രം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ചിത്രത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഇനി ചിത്രം കിട്ടിയവരോ ചിത്രത്തിൽ വരയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം കേട്ടോ. ഇതിൽ പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് ദയവായിട്ട് ചോദിക്കാൻ. നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ക്ലാസ്സുകൾ പോവാം. പൊതുവേ നമ്മുടെ ക്ലാസ്സുകളുടെ ഒരു സക്സസ് എന്ന് പറഞ്ഞാൽ പഴയ സ്റ്റുഡൻസ് ഉണ്ട്. പറഞ്ഞോളൂ. എനിക്ക് ആ മേലെ ഒരു മുഖം മാതിരി ഇല്ല, അത് എനിക്കത് മാറ്റി ഒരു പൂ മാതിരി എന്തെങ്കിലും ആക്കണം. ഇത് ഈ ഫേസ് ആണോ ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് ഫേസ്? അവരുടെ രണ്ട് ഫേസ് അല്ല, ആ ഒരു ആർച്ചിൽ ഒരു ഫേസ് മാതിരി പറഞ്ഞു മറിച്ചിട്ട് വ്യാളി മുഖം. അത് ഈ ഡിസൈൻ തന്നെ കണ്ടിന്യൂ ചെയ്ത് വരച്ചാൽ മതി കേട്ടോ. കണ്ടിന്യൂ ചെയ്യാം. ഈ ഒരു ഡിസൈൻ തന്നെ കണ്ടിന്യൂ ചെയ്തങ്ങ് വരച്ചാൽ മതി കേട്ടോ. ആർച്ചിന്റെ ഇവിടെ ഓക്കെ. പിന്നെ നമുക്ക് ഇതിനകത്ത് ചെറിയ സ്മൈലി കുറവുണ്ട് കേട്ടോ. ഞാൻ അത് വൈറ്റ്നർ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ചിത്രം വരച്ചത്. അപ്പം അത് എനിക്ക് പിന്നീട് ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഭയങ്കര ഡാർക്കായിപ്പോയി. അതുകൊണ്ട് ഫേസിൽ നമ്മൾ കളർ ചെയ്യുന്ന സമയത്ത്
ലൈനേഴ്സ് ഇടുമ്പം ഇതിനകത്ത് കുറച്ചുകൂടെ സ്മൈലി ആക്കാം കേട്ടോ, കുറച്ചുകൂടെ ഒരു ചിരി വരണം. അത് നമ്മൾ കളർ ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ എന്താണ് ഡ്രോയിങ്സിൽ ഇങ്ങനെയാണെങ്കിലും കളർ ചെയ്യുന്ന സമയത്ത് അത് ക്ലിയർ ആക്കി എടുക്കും കേട്ടോ. വേറെ ഒരു ഭാഗങ്ങളും വലിയ കറക്ഷൻസ് വരുന്നില്ല. ഇനി വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ടുണ്ടോ, എന്തെങ്കിലും പുതിയ ആൾക്കാർക്ക് എന്തെങ്കിലും ചിത്രത്തെക്കുറിച്ച് ചെയ്യുന്ന രീതികൾ നമ്മൾ പറഞ്ഞിട്ടില്ല, ഒന്നും അതിനെക്കുറിച്ച് പറഞ്ഞില്ല. ഒരു അടിസ്ഥാനം എന്താണെന്ന് പറഞ്ഞു. ഈ ചിത്രം നമ്മുടെ മറ്റ് ചിത്രങ്ങളിൽ നിന്ന് എങ്ങനെ ഡിഫറൻ്റ് ആയിരിക്കുന്നു, ഈ ചിത്രം വരച്ചപ്പോൾ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ട്രഡീഷണൽ മ്യൂറൽ ശൈലികളെക്കുറിച്ചും നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനപ്പുറമായിട്ട് ഈ ഒരു ചിത്രത്തെക്കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ക്ലാസ് ബേസ് ചെയ്യുന്ന ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. ചുവർച്ചിത്രം എന്താണെന്ന്, ചുവർച്ചിത്രത്തിൽ ഞാൻ ഉൾപ്പെടുത്താനായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നമുക്കിപ്പോൾ അറിയാം. ചെറിയൊരു ഗണപതി അല്ലെങ്കിൽ ഒരു സരസ്വതി, അങ്ങനെയുള്ള പലതരത്തിൽ നമുക്കറിയാം 10,000 ദൈവങ്ങൾ ഹിന്ദു ദൈവങ്ങളായിട്ടുണ്ട്. അപ്പം അതിൽ ഏതൊരു ടെമ്പിളിനെ ബേസ് ചെയ്ത് വരുന്ന ഒരു ദേവിയാണെങ്കിൽ പോലും അത് പ്രധാനമാണ്. അപ്പം ആ തരത്തിൽ അതിനെല്ലാത്തിലും നമ്മൾ കാണുന്ന കോമൺ ആയിട്ടുള്ള ഒരു ഒരു സിറ്റിംഗ് ഫോമോ അല്ലെങ്കിൽ നിൽക്കുന്നൊരു ഭാവമോ ഒക്കെ ഒരു സ്ഥിരമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചിത്രങ്ങൾ പൊതുവേ നമുക്ക് ഡിമാൻഡ് കുറവാണ്. രസമാണ്, നമുക്ക് ട്രഡീഷണൽ വരച്ച് പഠിപ്പിക്കാനും എളുപ്പമാണ്. ഒരു ചെറിയ ഫിഗർ ആകുമ്പോൾ അതിനകത്ത് നമുക്ക് പഠിപ്പിക്കാനും എളുപ്പമാണ്. പക്ഷേ ഇതിനകത്ത് സംബന്ധിച്ചിട്ട് നമ്മളൊരു സിംഗിൾ ഫിഗേഴ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ ഒത്തിരി ഡീറ്റെയിൽഡാണ്. അപ്പോൾ ഞാൻ ഇന്ന് 2-3 കാര്യങ്ങൾ പറയും. നമുക്കിനി വരുന്നത് ഒരു 3-4 ദിവസങ്ങളാണ്. ഈ 4 ദിവസവും നിങ്ങളിതിന് വേണ്ടി ഓരോ മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്താലേ നമുക്ക് തിങ്കളാഴ്ച ഫസ്റ്റ് ക്ലാസ് നമ്മുടെ തുടങ്ങുമ്പോൾ നമുക്ക് ആ ചിത്രത്തിൻ്റെ ലെവലിലോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ് ഇത്രയും ജസ്റ്റ് ഒന്ന് ഞാൻ ഡെമോ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും നിങ്ങൾ ഫസ്റ്റ് ടൈം തുടങ്ങുന്നവരുണ്ട്, ഒരു മടിയും വേണ്ട. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പേഴ്സണൽ നമ്പേഴ്സിൽ മെസ്സേജ് ഇടാം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് ഡെമോ ആയിട്ട് എടുത്തിരിക്കുന്നത്. മേഡം, എനിക്കൊരു ഡൗട്ട് ഉണ്ടേ. ഇതിന്റെ നമ്മള് പെയിന്റിങ്സും ബ്രഷും ഒക്കെ വാങ്ങാൻ പറഞ്ഞല്ലോ, അതിലൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പറഞ്ഞു തരുമോ? നമുക്ക് അറിയാത്തോണ്ട് ചോദിക്കാം. പെയിന്റ്, ബ്രഷ്, കാര്യങ്ങളെല്ലാം വാങ്ങി അതേപോലെ തന്നെ വാങ്ങി. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. മാം, ഇതാണ് നമ്മൾ അക്രിലിക് ട്യൂബ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിന് നമുക്ക് എല്ലാ കളേഴ്സുകളും ഉണ്ട്. കളേഴ്സുകളിൽ ഇത് പതല്ലോ ബ്ലൂ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ബ്ലൂ പറഞ്ഞിട്ടുണ്ട്. ആ ബ്ലൂ ആണ് ഈ കളറ്. പിന്നെ സ്കാർലറ്റ് റെഡ് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾ ട്യൂബാണ് മേടിക്കണമെങ്കിൽ ഞാൻ കൃത്യമായ ഒരു നമ്പർ കൂടെ മെൻഷൻ ചെയ്യും. ഇതിനകത്താണ് നമ്മൾ ക്യാമലിൻ്റെ കളേഴ്സ് നമുക്ക് കൂടുതലും കേരളത്തിലെ ഷോപ്പുകളിൽ അവൈലബിൾ ആയിട്ടുള്ള അക്രിലിക് ട്യൂബിൻ്റെ. അതിന് ലൈറ്റ് ഗ്രീനിന്റെ നമ്പർ ഒന്ന് പറയണേ. ബാക്കിയെല്ലാം വാങ്ങിച്ചേക്കണതാണ്. ലൈറ്റ് ഗ്രീൻ ഉള്ളതാണോന്ന് മാത്രം നോക്കാം. ലൈറ്റ് ഗ്രീൻ പല ടൈപ്പിലുണ്ട്. ഇത് 020 എന്ന് പറയുന്ന നമ്പറും ഉണ്ട്. അല്ലാതെ ഇതിന് ഏതാ വേണ്ടെന്നുള്ളത് മാം ഒന്ന് പറയണേ നമ്പർ. ഏതായാലും മതി മാം. ലൈറ്റ് ഗ്രീൻ ആയിരിക്കണമെന്നേ ഉള്ളൂ. ഇതിപ്പം 036 ആണ്, 026 ഇതെല്ലാം ലൈറ്റ് ഗ്രീൻ ആണ്. ഇനിയുണ്ട് നമ്മൾ കഴിഞ്ഞ ഡ്രോയിങ്ങിന് വരച്ച ലൈറ്റ് ഗ്രീൻ തന്നെ മതിയോ? അത് ലെമൺ ഗ്രീനോ ലൈറ്റോ അങ്ങനെ എന്തോ. ലൈറ്റ് ഗ്രീൻ കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് കളർ മിക്സ് ചെയ്യാം. പക്ഷേ ഓണായിട്ട് വരുന്നത് കേട്ടോ. വേറെ ഇതിനകത്ത് അതായത് വാങ്ങുന്നവർക്ക് ട്യൂബാണ് മേടിക്കുന്നതെങ്കിൽ ട്യൂബിൽ ഇതുപോലത്തെ നമ്പേഴ്സുകളുണ്ട്. ഞാൻ കൃത്യമായിട്ട് വേണമെങ്കിൽ പേഴ്സണലി ചോദിച്ചാൽ അല്ലെങ്കിൽ ഗ്രൂപ്പിലായിട്ടോ ഇതുപോലത്തെ നമ്പേഴ്സിൽ ഇട്ട് തരാം കേട്ടോ. അപ്പോൾ ഈ നമ്പർ ഇത് ട്യൂബ്, ഈ ഒരു ട്യൂബിന് 120, 110 ഇതൊക്കെയാണ് ഒരു ട്യൂബിൻ്റെ വിലയെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന കളേഴ്സ്, ഇത് ബോട്ടിൽ കളേഴ്സാണ് കേട്ടോ. ഇത് ബോട്ടിലിൽ വാങ്ങുന്നതാണ് ഫാബ്രിക്കിൻ്റെ കളേഴ്സ്. ഇതിന് 25 റുപ്പീസേ ഉള്ളൂ. പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നമെന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടെ ലിക്വിഡാണ്, ഇത് കുറച്ചുകൂടെ തിക്കായിട്ടുള്ള കളേഴ്സാണ്. ഈ ലിക്വിഡ് കളേഴ്സിനകത്ത് നമ്മൾ ഫാബ്രിക് പോലുള്ള മെറ്റീരിയൽസിൽ യൂസ് ചെയ്യാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫെവിക്കോളിൻ്റെ കണ്ടൻറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ, ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ നല്ല ഗ്ലോസി ആയിട്ട് വരുമെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിത്രം പെട്ടെന്ന് ഫെയ്ഡായിട്ട് ഫീൽ ചെയ്യാം. മറ്റേ നമ്മൾ അക്രിലിക് ട്യൂബ്സ് വെച്ച് ചെയ്യുന്നത് നമ്മൾ അറ്റ്ലീസ്റ്റ് എല്ലാവർക്കും ഇപ്പോൾ ഗ്യാരണ്ടി 20 ഇയേഴ്സ് ഗ്യാരണ്ടി ഉണ്ട്. 20 ഇയേഴ്സ് വരെ നമുക്കത് ഒരു അല്പം പോലും ഫെയ്ഡായിട്ടില്ല. ആ ചിത്രം അതേ ക്ലാരിറ്റിയോടുകൂടി തന്നെ നിലനിൽക്കുന്നുണ്ട്. പുറത്ത് വയ്ക്കുന്നത് ഇപ്പോൾ തറവാട് പോലുള്ള വീടുകൾ അല്ലെങ്കിൽ റിസോർട്ട് പോലുള്ള സ്ഥലങ്ങളിൽ പുറത്താണ് വയ്ക്കുന്നത്. വെയിൽ ഡയറക്റ്റ് അടിക്കുന്നതല്ല, എന്നാലും പുറത്താണ്, ഓപ്പൺ എയറിൽ
പിന്നെ പക്ഷേ അങ്ങനെയുള്ളിടത്ത് പോലും ചിത്രങ്ങൾ വളരെ മങ്ങൽ കൂടാതെ നിൽക്കുന്നുണ്ട്. അത് ട്യൂബ്സ് കളേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇതിനകത്ത് ഗമ്മുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കൊരു 2 ഇയറാണ് നമുക്ക് മാക്സിമം ഗ്യാരണ്ടി ബോട്ടിൽ കളേഴ്സിനുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇതിൽ നിങ്ങൾ വരച്ച് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ എത്രത്തോളം കഷ്ടപ്പാടുണ്ട്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് ചെയ്ത ചിത്രം ബോട്ടിൽ കളേഴ്സ് നമുക്ക് കുറച്ചൊന്ന് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം പെട്ടെന്ന് ഷെയ്ഡായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിയുന്നത് ഞാൻ ക്യാൻവാസ് ചെയ്യുന്നതുകൊണ്ട് പ്രിഫർ ചെയ്യുന്നത് 2 കളേഴ്സാണ് കേട്ടോ. ഇതാണ് കളേഴ്സിനെ കുറിച്ച്. ഇതിൽ കളേഴ്സുകൾ ഞാൻ പറഞ്ഞിരുന്ന കളേഴ്സുകളുടെ നമ്പറൂടെ ഇടാം, നിങ്ങൾ ഷോപ്പിൽ പോകുമ്പോൾ ഡൗട്ട് വരാതിരിക്കാൻ കേട്ടോ. ഇതാണ് ബ്രഷ് കേട്ടോ. ബ്രഷസ് ഇതിന് നാച്ചുറൽ ഹെയർ എന്ന് പറയും കേട്ടോ. ഇതിപ്പോൾ 00, 000, ഇതൊക്കെ 00, ഓക്കെ 00, 000, 0, 1, 2, 3 എന്ന നമ്പേഴ്സാണ്. ഇത് നാച്ചുറൽ ഹെയർ എന്ന് പറയുന്നത് ഈ ഹെയർ സ്ക്യൂറലിൻ്റെ വാലിയിൽ നിന്ന് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മളിപ്പം ഇങ്ങനെ ബ്ലെൻഡ് ചെയ്താലും വെള്ളത്തിലിട്ടിട്ട് എടുത്താലും ഇത് ഒരു സ്ട്രെയിറ്റ് പൊസിഷനിൽ തന്നെ ഇരിക്കും. നമ്മൾ സിന്തറ്റിക് ഹെയർ ആകുമ്പം നമ്മൾ ബ്രഷ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഭാഗം വളഞ്ഞു പോകും. അപ്പം നമുക്ക് വരയ്ക്കുന്ന സമയത്ത് ബാലൻസിങ് കുറവാണ്. പിന്നെ നമ്മൾ കളറിൽ മുക്കിയിട്ട് ഈ കളർ ഇതിനകത്ത് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ നാച്ചുറൽ ഹെയറിന് കൂടുതലാണ്. സിന്തറ്റിക് ഹെയറിൽ പെട്ടെന്ന്, അതായത് സിന്തറ്റിക് അല്ലേ, അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ വെള്ളമൊക്കെ തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാം ഒറ്റ സ്ട്രെച്ചറിൽ തന്നെ അത് പോകും. അപ്പം നമുക്ക് തിക്നെസ് കൂടാനും ഒക്കെ സാധ്യതയുണ്ട്. പിന്നെ എല്ലായിടത്തും ഇത് ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ വഴി നാച്ചുറൽ ഹെയറിൻ്റെ ബ്രഷസുകൾ അവൈലബിൾ അല്ല. ഞാൻ നോക്കിയിട്ട് ഇത് ജെയ്ന എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ചില ഷോപ്പുകളിൽ മ്യൂറലിൻ്റെ സാധനങ്ങൾ വാങ്ങുന്ന ട്രിവാൻഡ്രത്തൊക്കെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ചില ഷോപ്പുകളിൽ കൃത്യമായിട്ട് അവൈലബിൾ ആണ്. ഏതെങ്കിലും സ്ഥലങ്ങളിൽ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് അറിയാവുന്ന ഷോപ്പുകൾ പറഞ്ഞു. മിക്ക ജില്ലകളിൽ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം അവരുടെ ഹെൽപ്പോട് കൂടി നിങ്ങളൊന്ന് സഹായിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് ബ്രഷിനെ കുറിച്ച് പറയാനുള്ളത്. നാച്ചുറൽ ഹെയർ കിട്ടുമെങ്കിൽ അതാണ്. ഇതിനകത്ത് 2 ഹെയർ ഡിഫറൻസ് ഉണ്ട്. അതായത് നോർമലി ഫസ്റ്റ് ടൈമൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇവിടെ നിന്ന് ഇതുവരെ വരുന്നതാണ് എന്തുവാണ് അതിൻ്റെ ഹെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട് ഹെയർ എന്നാണ് പറയുന്നത്. ഹെയർ നീളം കുറഞ്ഞതിന് ഷോർട്ട് ഹെയർ എന്നും. ഇപ്പോൾ ഇതിൻ്റെ ആണെങ്കിൽ ഇത് ഇവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ലോങ് ആണ് ഹെയർ. ഇതിന് ലോങ് ഹെയർ എന്ന് പറയും. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന വരകൾ ഇങ്ങനെയാണ് കൈ പിടിക്കുന്നത് കേട്ടോ, ഇങ്ങനെയാണ് പിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പം നമുക്ക് കുറച്ചുകൂടെ വളരെ തിന്നായിട്ട് വരണമെങ്കിൽ ലോങ് ഹെയർ ആണ് നല്ലത്. പക്ഷേ ഫസ്റ്റ് ടൈം ഉപയോഗിക്കുന്നൊരു ലോങ് ഹെയർ ഉപയോഗിക്കും ബാലൻസ് ആവാൻ പാടാണ് കേട്ടോ, ബാലൻസ് ചെയ്യാനായിട്ട് പാടാണ്. അതുകൊണ്ട് ഫസ്റ്റ് ടൈം ചെയ്യുന്നവരാരും ഞാൻ ഒരിക്കലും ലോങ് ഹെയർ സജസ്റ്റ് ചെയ്യത്തില്ല. കയ്യിൽ നിന്ന് ബാലൻസ്ഡ് ആയതിനു ശേഷം ലോങ് ഹെയറിലോട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. ലോങ് ഹെയറിൻ്റെ ഗുണമെന്ന് പറയുന്നത് വളരെ തിൻ ലൈൻസുകൾ നമുക്ക് വരയ്ക്കും. അതായത് വളരെ ചുവർ ചിത്രങ്ങളിലെ വരകളെന്ന് പറയുന്നത് അവസാനത്തെ കറുപ്പെഴുത്തുകൾ എന്നൊക്കെ പറയുന്നത് മുടിനാരിഴ കട്ടി എന്നാണ് കേട്ടോ. മുടിക്ക് എത്ര തിക്നെസ് ഉണ്ടോ അത്രയും തിക്നെസ്സേ പാടുള്ളൂ എന്നാണ്. അപ്പോൾ അതുപോലെ തിന്നായിട്ട് വരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, വളരെ നന്നായിട്ട് ബാലൻസിങ് വേണം ബ്രഷുമായിട്ട്. ആ ബാലൻസിങ് ഉണ്ടാകാനായിട്ട് നല്ലത് ലോങ് ഹെയർ ആണ്. പക്ഷേ ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് അത് ബാലൻസിങ് കിട്ടത്തില്ല. ഒരു ചിത്രമൊക്കെ വരച്ച് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരയ്ക്കും. നമ്മളൊരു ടീച്ചർ കേട്ടൊന്നും പേടിപ്പിക്കുക, അങ്ങനെ ഒന്നും പേടിക്കുകയില്ല. നമ്മൾ ഇതിനകത്ത് ട്രേസ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ വളയുകയാണ്. നമ്മുടെ കൈയുടെ ബാലൻസ് കുറച്ചുകൂടെ നമ്മൾ പല പ്രാവശ്യം ഈ ഡ്രോയിങ്സിലൂടെ പോവുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ബോഡി വഴക്കം നൃത്തത്തിന് ആവശ്യമാണെങ്കിൽ അതേപോലെ തന്നെയാണ് കൈവഴക്കം ചിത്രം വരയ്ക്കാൻ ആവശ്യമാണ്. ഈ കൈവഴക്കം ഓൺലി എക്സസൈസ് കൊണ്ടുണ്ടാകുന്നതാണ്. അല്ലാതെ ഒരു മനുഷ്യൻ ജനിച്ചപ്പോഴേ എന്തോ ഒരു ജന്മസിദ്ധമായ കഴിവുകൾ, അത് ക്രിയേറ്റിവിറ്റി എന്നാണ് പറയുന്നത് കേട്ടോ. ജന്മസിദ്ധമായ ഒരു മനുഷ്യൻ വരയ്ക്കാനുള്ള കഴിവ് നേടുന്നത് അതിന് ക്രിയേറ്റിവിറ്റി എന്നാണ് പറയുന്നത്. വരയ്ക്കാനുള്ള സ്കില്ലെന്ന് പറയുന്നത് പ്രാക്ടീസാണ് കേട്ടോ. ആ സ്കില്ല് നമുക്കുണ്ടാവുന്നതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്സ്. ഇതിപ്പോൾ ട്രേസ് ചെയ്യാൻ ഞാൻ പഠിപ്പിക്കും. ട്രേസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു വലിയ ചിത്രം വരച്ച് കഴിയുമ്പം തന്നെ ഓൾറെഡി നമ്മുടെ കൈ ബാലൻസ്ഡായി. പിന്നെ രണ്ടാമത് ഞാൻ ഔട്ട്ലൈനിങ് ആണ് പഠിപ്പിക്കുന്നത്. ഔട്ട്ലൈൻ എന്ന് പറയുമ്പോൾ ബ്രഷ് കൊണ്ട് അതിൻ്റെ പുറത്തുകൂടെ വരയ്ക്കാനാണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ. ആ പുറത്തുകൂടെ വരയ്ക്കുമ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ബ്രഷ് ബാലൻസിങ്ങും കൈ വീണ്ടും
വളഞ്ഞു വരുന്നൊരു ബാലൻസ്. അപ്പോൾ 2 തരത്തിൽ നമ്മളൊരു ചിത്രം വരയ്ക്കുമ്പോൾ ബാലൻസ് ആണ്. നിങ്ങൾ ഓട്ടോമാറ്റിക്കലായിട്ട് 2 ചുവർ ചിത്രങ്ങൾ വരയ്ക്കുന്നവർ പിന്നെ ഏത് ചുവർ ചിത്രവും ട്രേസ് ചെയ്തും കളർ ചെയ്തും പഠിക്കും. പിന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സ്വയം വരയ്ക്കാനുള്ള സ്കില്ലും ഡെവലപ്പ് ചെയ്യും കേട്ടോ. അതാണ് ഇതൊന്നും പലരും പറഞ്ഞു തരത്തില്ല, ഞാനിത് പറഞ്ഞു തന്നത്. കണ്ടിന്യൂസ് വരയ്ക്കുന്നവർക്ക് ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റാണ് വരയ്ക്കുന്നത്. നമ്മൾ ബേസ് തൊട്ട് പഠിക്കണമെന്നൊന്നുമില്ല, നമുക്കതിനോട് താല്പര്യമാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാണ് ബ്രഷും കളറിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മളിത് കളർ കലക്കാനൊക്കെ ആയിട്ട് നമുക്ക് ചെറിയ ചെറിയ ബൗളുകൾ കേട്ടോ, ഇതുപോലുള്ള ചെറിയ അടപ്പുള്ളതൊക്കെ ആണെങ്കിൽ ബാലൻസ് വരുന്ന കളർ അടച്ച് വെക്കാം. നമ്മൾ ഇത്രയും തിക്കായിട്ടുള്ള കളർ വെള്ളം ചേർക്കാതെ അല്ല ചെയ്യുന്നത്, നല്ലപോലെ വെള്ളം ചേർത്താണ് നമ്മൾ ക്യാൻവാസിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം തന്നെ നമ്മൾ എടുക്കുന്ന കളർ നല്ലപോലെ കളർ ചെയ്തിട്ട് ബാലൻസ് വരുന്ന അക്രിലിക് കളറുടെ പ്രത്യേകത പെട്ടെന്ന് ഉണങ്ങിപ്പോകും, ഫാസ്റ്റായിട്ട് സെറ്റ് ആകുന്നതാണ്. അത് പക്ഷേ വാട്ടർ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റ് ആകത്തില്ല. അപ്പോൾ നമ്മൾ നല്ലപോലെ വെള്ളം, നമുക്ക് ബാലൻസ് ഒരുപാട് കളർ വരണമെങ്കിൽ നമ്മൾ കുറേ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അടയ്ക്കാൻ പറ്റുന്ന ഇതാണെങ്കിൽ അടച്ച് വെച്ചാൽ നമുക്ക് പിറ്റേന്നും അത് റീയൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ് അക്രിലിക്കിൻ്റെ ഒരു പ്രത്യേകത. ഇതിന് എല്ലാ കളറിൻ്റെയും മിക്സിങ്ങും നോട്ട്സും ഓരോന്നും കൃത്യമായിട്ട് ഓരോ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ തരുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ്സിൻ്റെ റെക്കോർഡും ഉണ്ടാവും കേട്ടോ. അപ്പം കളറിനെ കുറിച്ചുള്ള ഡൗട്ട് കഴിഞ്ഞ് ക്ലാസ് ഞാൻ എടുത്തോട്ടെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? പുതിയ ആൾക്കാർക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. നമുക്ക് അടുത്ത സ്റ്റെപ്സിലോട്ടാണ് പോകുന്നത്. അടുത്ത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നാണ്. ഇതുപോലെ ഇത് സൈസ് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന A1 ആണ്. നമുക്കിതിൻ്റെ നേരെ ഹാഫ്, A1 എന്ന് പറയുന്ന ഈ സൈസിൻ്റെ നേരെ ഹാഫ്, ഈ ഒരു സൈസാണ് A2 എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു സൈസാണ് A2 എന്ന് പറയുന്നത്. ഇതിൻ്റെ നേരെ ഹാഫാണ്, ഈ ഒരു സൈസാണ് നമ്മുടെ A3 എന്ന് പറയുന്നത്. ഇതിൻ്റെ നേരെ ഹാഫാണ് A4 എന്ന് പറയുന്നത് കണ്ടോ. A4ൻ്റെ ഇത് A3 ആയി, A2 ആയി, A1 ആയി കേട്ടോ. ഇത്രയും സൈസ് വരെയാണ്. നമുക്ക് A0 ആണ് ഏറ്റവും വലുതായിട്ട് ഇതുപോലെ പ്രിൻറ്റിങ് സൈസിൽ കിട്ടുന്നത്. A0 എന്നാണ് ഇതിനേക്കാളും ഒരിരട്ടി വരത്തില്ല, എന്നാലും ഏകദേശം ഒരിരട്ടിയുടെ വലിപ്പമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസ്. പിന്നെ നിങ്ങൾ വിചാരിക്കും ട്രേസ് ചെയ്തല്ലേ പഠിക്കുന്നത്, കോളം ഇട്ട് ഗ്രിഡിട്ട് പഠിപ്പിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ടീച്ചർ ഡയറക്റ്റ് വരയ്ക്കും. നമുക്ക് ഒരു ഷോർട്ട് ടൈമിൽ ഒരാളുടെ ബാലൻസിങ് ആക്കി ഒരു ക്ലിയർ പിക്ചർ വരയ്ക്കാൻ പാടാണ്. പിന്നെ എല്ലാ ആർട്ടിസ്റ്റും ഒരു 95 അല്ലെങ്കിൽ 99% ആർട്ടിസ്റ്റുകൾ ചുമരുകളിൽ ഫിഗർ വരയ്ക്കുന്നത് നേരത്തെ വരച്ച് തയ്യാറാക്കി ചെറിയ പേപ്പറിൽ വരച്ച് തയ്യാറാക്കിയ ചിത്രങ്ങളെ വലുതാക്കി പ്രിൻറ്റുകൾ എടുത്തിട്ട് ചെയ്യണം. കാരണം ചുമരുകളിൽ നമുക്ക് പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ ഒന്നും വരയ്ക്കാൻ പറ്റത്തില്ല, ബ്രഷ് കൊണ്ട് ഡയറക്റ്റ് വരയ്ക്കുകയാണ്. അപ്പം ദേവി അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് ഐശ്വര്യം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ വീണ്ടും അത് റീപെയിൻറ്റ് ചെയ്തൊക്കെ ചെയ്യാനായിട്ട് പാടായതുകൊണ്ട് 90% ആർട്ടിസ്റ്റുകൾ വരയ്ക്കുമ്പം ഇതുപോലെ തന്നെ പ്രിൻറ്റുകളാക്കിയാണ് ഫിഗർ വരയ്ക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടൊക്കെ അല്ലാതെ ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ട്രേസ് ചെയ്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചിത്രം അല്ലാതെ ഒന്നും വരത്തില്ല. 2-3 ചിത്രങ്ങൾ നമ്മൾ പഠിക്കും. ആദ്യം നമുക്കത് മനസ്സിലാക്കിയാണ് വേണ്ടത്, അതിനെക്കുറിച്ച് നിറങ്ങളെക്കുറിച്ചും ആ ചിത്രത്തെക്കുറിച്ചാണ്. പിന്നീട് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് റെഗുലർ മ്യൂറൽ കോഴ്സുകളുണ്ട്, ഫ്രീ ഹാൻഡ് മുതൽ വരപ്പിച്ച് കൊടുക്കുന്നത്, അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ശരി, നമ്മളിന്ന് ക്ലാസ്സിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഈ എടുത്തിരിക്കുന്നത് ക്യാൻവാസാണ്. ക്യാൻവാസിനെ പരിചയപ്പെടുത്തിയില്ല, ഇത് ക്യാൻവാസാണ് കേട്ടോ. ക്യാൻവാസ് തന്നെ പല തരത്തിലുണ്ട്. ഒരു സൈഡ് ക്രീമും ഉണ്ട്, ഇത് ക്രീമും ഈ സൈഡ് വൈറ്റും ആണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കോറ ക്ലോത്ത് എന്ന് പറയുന്ന ക്ലോത്തിൽ ടെക്സ്ചർ വൈറ്റും ഫെവിക്കോളും കൂടെ ചേർത്ത് കൊണ്ടാണ് ഈ ക്യാൻവാസ് സെറ്റ് ചെയ്യണത്. അപ്പം പഴയ കാലത്തെ ക്യാൻവാസ് പോലുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്ത് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആർട്ട് ഐറ്റംസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് ക്യാമറ തന്നെയാണ് കൂടുതലും ചെയ്യുന്നത്. അതിനുശേഷം ഈ ഡ്രസ്സുകളിൽ ഏറ്റവും കൂടുതൽ എന്താണ് പ്രോഡക്റ്റുകൾ ചെയ്യുന്നത് ഫെവിക്രിലുമാണ്. അപ്പോൾ ഈ 2 കമ്പനികളുമാണ് ഒരു വിധത്തിൽ ആർട്ട് മെറ്റീരിയൽസുകളിൽ ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തിട്ടും നല്ലതായിട്ട് തോന്നി. ഞാൻ ക്യാമലിൻ്റെ അല്ലെങ്കിൽ ഫെവിക്രിലിൻ്റെ ഫൈൻ ആർട്ട് എന്ന് പറയും കേട്ടോ. ഫൈൻ ആർട്ട് എന്ന് പറയുന്നത് ഈ 2 കമ്പനിയാണ്. കേരളത്തിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കണമെങ്കിൽ ക്യാൻവാസ് സെലക്ട് ചെയ്യുന്നത്, അത് ചെയ്യാൻ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് തോന്നി. ഇതിപ്പോൾ ക്യാമലിൻ്റെ കമ്പനിയുടെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അത് വേറെ കമ്പനി ആയാലും കുഴപ്പം, ചിലത് ഭയങ്കര തിന്നായിരിക്കും, അല്ലെങ്കിൽ ചിലതിൽ ഭയങ്കരമായിട്ട് ഫെവിക്കോളിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും കേട്ടോ. എന്തായാലും നമുക്ക് കുഴപ്പമില്ല. നമ്മൾ ഒരു ബേസ് കോട്ട് ഇതിനകത്ത് ചെയ്യണം. ബേസ് കോട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ട്യൂബ് എന്ന് പറയുന്നത് ഏകദേശം 120 രൂപ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനെ എടുത്ത് ഇതിൽ മൊത്തം അടിച്ച് വരുമ്പോൾ എന്ത് ഈ ട്യൂബ് അങ്ങ് തീരും.
അതുകൊണ്ട് നമ്മൾ കുറച്ച് എളുപ്പ വഴിക്ക് ഇതുപോലെ ബോട്ടിൽ ഒരു വൈറ്റ് വാങ്ങാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ വൈറ്റ് ഇപ്പം വൈറ്റ് എൻ്റെ കയ്യിൽ തീർന്നു പോയിട്ട് ഞാൻ എടുത്ത് നോക്കി അത് കട്ടയായിപ്പോയി. അത് ക്യാപ്പ് അല്പം തുറന്നിരുന്നു, അങ്ങനെ കട്ടയായിപ്പോയി. അതുകൊണ്ട് ഞാൻ ക്ലാസ്സിന് വേണ്ടി എടുത്തപ്പോൾ അപ്പം ഇതിനകത്ത് നമ്മളൊരു ഹാഫ് ഡ്രോപ്സ് ഇതുപോലത്തെ ഒരു ബൗളിലൊഴിക്കുക. ബൗളിലൊഴിച്ചതിന് ശേഷം ഫസ്റ്റ് സ്റ്റെപ്പാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ആദ്യം ക്യാൻവാസ് ഒരുക്കലാണ് ചെയ്യുന്നത്. സാധാരണ നാച്ചുറൽ കളേഴ്സ് അല്ലെങ്കിൽ ക്യാൻവാസിൻ്റെ ഒറിജിനൽ ടെക്നിക്ക് ഇതല്ല. പക്ഷെ നമുക്ക് ഷോർട്ട് ടൈം കോഴ്സിൽ അത്രയും ഡീറ്റെയിൽ പഠിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് അതേപോലെ ചെയ്യാനും സമയമെടുക്കും കേട്ടോ. ഷോർട്ട് ടൈം ടൈമിൽ എല്ലാം എളുപ്പത്തിൽ ചെയ്യുന്നൊരു മെത്തേഡാണ് ഞാൻ പഠിപ്പിച്ചു തരുന്നത്. അപ്പം പറഞ്ഞോളൂ. അടിച്ചാൽ മതിയോ? ജെസ്സോ ആയാലും മതി, ടെക്സ്ചർ റൈറ്റ് ആണെങ്കിലും മതി. പക്ഷേ മറ്റേ ഈ എമോഷൻ പോലുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഫുള്ളി ഇതിൻ്റെ ഒരു പോസ് ഉണ്ട് കേട്ടോ. ഇതിനകത്തൊരു കൊഴിയൊഴിയപ്പുണ്ട്, അത് ഫുള്ളായിട്ട് അങ്ങ് അടയാണ്. അപ്പോൾ നമ്മൾ അത്രയും നീറ്റായിട്ട് ഫേസൊക്കെ ഡോട്ടിട്ട് എടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഫേസൊക്കെ ലയിപ്പിച്ചെടുത്തില്ലെങ്കിൽ അത് നമുക്ക് സ്ക്രാച്ച് പോലൊക്കെ തോന്നാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഫുള്ളി ഫ്ലാറ്റാക്കാൻ ഞാൻ പറഞ്ഞു തരുന്നില്ല. ഈ ഒരു ടെക്നിക്കിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫാബ്രിക് കളേഴ്സിൻ്റെ പകുതി ബോട്ടിൽ ആദ്യം എടുക്കുക, അതിൻ്റെ 3 ഇരട്ടി വെള്ളം. നമ്മൾ എത്ര കളർ എടുക്കുന്നോ അതിൻ്റെ 3 ഇരട്ടിയല്ല 5 ഇരട്ടി വെള്ളം വാട്ടർ കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഒരടപ്പിൽ നമ്മൾ കളർ എടുക്കുകയാണെങ്കിൽ, ഫുൾ കളർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 5 ഡ്രോപ്പ് വെള്ളം നമ്മളിതിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല ഒരു മിൽക്കിൻ്റെ കണ്ടൻറ്റ് പോലെ ഇത് കട്ടി കുറഞ്ഞ് വരും. ഫാബ്രിക് കളേഴ്സ് തന്നെ കേട്ടോ, മറ്റേ ട്യൂബായാലും പ്രശ്നമില്ല, അത്രയും ഇതായിട്ട് വരും. ആ കളറിന് നമ്മൾ ഇച്ചിരി വലിയ ബ്രഷ് ഉണ്ടെങ്കിൽ വലിയ ബ്രഷ് വെച്ച് ഇതുപോലെ ഫ്ലാറ്റ് ബ്രഷൊക്കെ കാണുമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഷോപ്പുകളിൽ നമ്മൾ ഇതുപോലത്തെ ഷോപ്പുകളിലേക്ക് ഇതുപോലത്തെ ബ്രഷ് കാണാൻ കിട്ടും. അപ്പോൾ ആ ബ്രഷ് വെച്ച് നമ്മൾ ഫുള്ളി കോട്ട് ചെയ്യുക. കോട്ട് ചെയ്തിട്ട് ഉണങ്ങാൻ ഒരു ഹാഫ് ആൻ അവറെങ്കിലും എടുക്കും. ഉണങ്ങിയതിന് ശേഷം വീണ്ടും ഇതേ കളറിൻ്റെ ബാലൻസ് വീണ്ടും എടുത്ത് മിക്സ് ചെയ്ത് കോട്ട് ചെയ്യുക. പിന്നെ 2 അല്ലെങ്കിൽ 3 കോട്ട് നമ്മൾ ഇതേപോലെ വൈറ്റ് കളറിനകത്ത് ചെയ്യണം. ഇതിനകത്ത് നമ്മൾ നല്ലപോലെ വെള്ളം ചേർത്താണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് എത്ര കോട്ട് ചെയ്യണം? 3 കോട്ട്. ഞാൻ 1 കോട്ട് അടിച്ച് മിടുക്കിയായിട്ട് ഇരിക്കായിരുന്നു. 3 കോട്ട് ചെയ്യണമേ, എങ്കിലേ നമുക്ക് നല്ല സ്മൂത്തായിട്ട് കളർ വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ചിലയിടത്ത് നമ്മൾ വെള്ളം കൂടുമ്പോൾ ഒരു എണ്ണമയം പോലെ, അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് കളർ പിടിക്കാതെ വരും. പിന്നെ ബ്ലാക്കൊക്കെ എഴുതുമ്പം നമുക്കിനി വിട്ട് പോകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു 3 കോട്ടൊക്കെ ആണെങ്കിൽ ഈ ഒരു ക്യാൻവാസുമായിട്ട് നല്ലപോലെ സെറ്റാകും. അപ്പോൾ നമുക്ക് കളർ ഉപയോഗിക്കും ഭയങ്കര സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാണ് ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. അപ്പം നാളെ രാവിലെ തന്നെ നിങ്ങൾ, അല്ലെങ്കിൽ ഇന്ന് രാത്രി മുതൽ തന്നെ മെറ്റീരിയൽസ് റെഡിയാക്കിയുള്ളവർ അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം അതാണ് ബേസ് കോട്ട്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അത് മനസ്സിലായോ? വൈറ്റ് കളർ എടുക്കുക, അത് 1 ഡ്രോപ്പ് കളർ എടുക്കുമ്പം അതിൻ്റെ 5 ഡ്രോപ്പ് വാട്ടർ കൂടെ ആഡ് ചെയ്തുകൊണ്ട് വളരെ ലൈറ്റാക്കിക്കൊണ്ട്, അതായത് ഒരു മിൽക്ക് കണ്ടൻറ്റിൽ മാത്രം അത്രയും തിക്നെസ്സിൽ കളർ എടുത്തിട്ട് നമ്മൾ വലിയ ബ്രഷ് കൊണ്ട് നമ്മൾ ഫുള്ളായിട്ട് ചെയ്യുക കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് ഉണങ്ങാൻ ജസ്റ്റ് നമ്മളിങ്ങനെ ഫാനിൻ്റെ അടുത്തേക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് ഉണങ്ങും കേട്ടോ. ഉണങ്ങുമ്പോൾ വീണ്ടും ഒരു കോട്ട് കൂടെ കൊടുക്കുക. നല്ലതായിട്ട് ഉണങ്ങണ്ട. അടുത്ത് വീണ്ടും ഒന്ന് നമ്മളിങ്ങനെ കയ്യിലൊക്കെ തൊടുമ്പോൾ കയ്യിലൊന്നും വരുന്നില്ല നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു കോട്ട് കൊടുക്കുക. അങ്ങനെ 3 പ്രാവശ്യം ചെയ്ത് വയ്ക്കുക. ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് നന്നായിട്ട് ഉണങ്ങും. പിന്നെ നമ്മൾ തൊട്ടാലോ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താലോ ഒന്നും നമ്മുടെ കയ്യിലാവരുത്. നല്ലതായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോകുന്നത്. ചിത്രത്തെ ട്രേസ് ചെയ്യുന്നതാണ് കേട്ടോ. ചിത്രം ഇതിലോട്ട് കോപ്പി ചെയ്യുന്നത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ജസ്റ്റ് ഒരു മിനിറ്റ് കാർബൺ പേപ്പേഴ്സ് കേട്ടോ. നമുക്ക് മാർക്കറ്റിൽ ഇത് വേറൊരു സാധനമാണ്, എല്ലാവർക്കും അറിയാമെന്നായിരിക്കും. യെല്ലോ കാർബൺ കേട്ടോ. നമ്മൾ യെല്ലോ കൊണ്ടാണ് ചെയ്യുന്നത്, വേറെ കളേഴ്സ് ഒന്നും യൂസ് ചെയ്യത്തില്ല. യെല്ലോ കാർബൺ നമുക്കിതിനകത്ത് കിട്ടുന്നത് A4 സൈസിലാണ്. A4 സൈസിലാണ്. ഒരു സൈഡ് വാക്സും ഒരു സൈഡ് റൈറ്റപ്പും ഉള്ളതാണ് കേട്ടോ. അപ്പം നമുക്കിത് A1 സൈസിൽ ചെയ്യാനായിട്ട് 8 കാർബൺ പേപ്പറുകളും ഏറ്റവും ചുരുങ്ങിയാണ്. പിന്നെ നല്ല സൈഡിൽ ബോർഡറൊക്കെ വിടണമെങ്കിൽ 10 എണ്ണം വരെ നമുക്ക് കൊടുക്കാം. 8 കാർബൺ പേപ്പർ എടുത്തിട്ട് പേപ്പർ ടേപ്പ് കേട്ടോ. പേപ്പർ ടേപ്പ് അറിയാലോ, ഇത് പരസ്പരം ചേർത്ത് കണക്ട് ചെയ്യണം. രണ്ടെണ്ണം ഞാൻ കണക്ട് ചെയ്ത് തരാം. ഒട്ടും അറിഞ്ഞുകൂടാത്തവർക്കാണ്, പലർക്കും ഈ സ്റ്റെപ്പൊക്കെ അറിയാം. എന്നാലും ഞാനൊന്ന് പെട്ടെന്നൊന്ന് ഡെമോ ചെയ്ത് പോവുകയാണ്.
ഇത് ഞാൻ മറ്റേത് നോക്കിയപ്പോൾ ഏതോ ഒരു കവറിൽ എല്ലാ സാധനങ്ങളും മേടിച്ച് വെച്ചിരുന്നേ. അപ്പോൾ ഞാൻ സ്ഥിരം ക്ലാസ് എടുക്കുന്ന റൂം ഭയങ്കര ചൂടായതുകൊണ്ട് എല്ലാം മാറ്റി വേറൊരു റൂമിലോട്ട് ക്ലാസ് ആക്കി. മറ്റേത് ഞാൻ ഭയങ്കര ചൂടാണ്, അപ്പോൾ എനിക്ക് രാത്രി സമയത്ത് ക്ലാസ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി. അപ്പം പല സാധനങ്ങളും ഇനി ഒന്ന് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കാർബൺ പേപ്പർ സെറ്റായിട്ട് മേടിച്ച ഒരു 100ൻ്റെ ബണ്ടിലുണ്ടായിരുന്നു, കാണാനില്ല. ഇപ്പം ഇതുപോലെ നമ്മൾ കൊടുത്തിട്ട് പേപ്പർ ടേപ്പ് നമുക്കറിയാം. ഇങ്ങനെ നമ്മൾ 8 പേപ്പർ, 3 ഇവിടെ 3 ഇവിടെ, ഒരു താഴെ 9 വേണം കേട്ടോ. 3 ചേർത്ത് വെച്ചെങ്കിൽ നമുക്ക് വന്നാൽ വീതി കിട്ടത്തുള്ളൂ കേട്ടോ. 3 വെച്ച് 9 പേപ്പർ, 9 കാർബൺ പേപ്പർ നമ്മൾ ചേർത്ത് ഒട്ടിക്കുക കേട്ടോ. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? പുതിയ ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ഈ ഒരു ബാച്ചിൽ 2-3 മെയിനായിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ. ഒരു മടിയും വേണ്ട, ധൈര്യമായിട്ട് ചോദിക്കാൻ. പഠിക്കാനായിട്ട് നമുക്ക് പ്രായമോ വേറെ ഒന്നും തന്നെ വ്യത്യാസങ്ങളില്ല. ആഗ്രഹമാണ് വലുത്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യം നമ്മൾ പഠിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. ഒരു ചിത്രം തീരുന്നത് വരെ നമുക്ക് വേറെ എന്ത് ടെൻഷൻ, നമ്മുടെ ചുറ്റും കൂടെ ഇങ്ങനെ തീ കത്തിപ്പോയാലും നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കത്തില്ല. അത് വേറൊരു ഇതാണ്, ചിത്രം വരയ്ക്കുന്നവർക്ക് അറിയായിരിക്കും. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു പേഷ്യൻസി, ഭയങ്കരമായിട്ട് നമ്മൾ പെട്ടെന്ന് വയലൻ്റൊന്നും ആവത്തില്ല. കുറച്ചുകൂടെ നമുക്കൊരു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ നമുക്കുണ്ട്. ഒരു ദൈവിക നമ്മൾ ഈ ഒരു യോഗ മെഡിറ്റേഷൻ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഈശ്വരൻ്റെ പ്രസൻസ് ഒക്കെ ഉള്ളൊരു ഫീലാണ് ഈ ഒരു ചിത്രങ്ങളുടെ മുന്നിൽ. അത് ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു ക്ലാസ് വഴിയിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് ഇത് വരയ്ക്കുക എന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പേപ്പറൂടെ വെച്ച് 3 കേട്ടോ. 3 വയ്ക്കും. ഇപ്പം ഞാനിത് ക്യാൻവാസ് 1 മീറ്റർ മേടിച്ചതാണ്. ഇതിൻ്റെ ഒരു 28 ഇഞ്ചിൻ്റെ ആയിരുന്നു, അല്ല 28 32 ഇഞ്ചിൻ്റെ ക്യാൻവാസ് ആയിരുന്നു. ഇതിൻ്റെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്കെച്ച് ഇട്ട് വെച്ചതാണ് കേട്ടോ, ഒരു പോർട്രേറ്റ് വരയ്ക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇപ്പോൾ അത് വരയ്ക്കുന്നില്ല, ഞാൻ വൈറ്റ് അടിച്ച് മാറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് A1 സൈസിലെടുത്ത പ്രിൻ്റ് കേട്ടോ. അപ്പം ഈ പ്രിൻ്റ് നമ്മൾ ഇതിനെ കറക്റ്റായിട്ട് വയ്ക്കണം. ഇപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലും കുറച്ചുണ്ട്, ഈ സൈഡിലും കുറച്ചുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ബോർഡർ ഒന്നും ഇടാൻ താല്പര്യമില്ല. ഈ ചിത്രത്തിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ ഡെക്കറേഷൻ ഉണ്ട്. പിന്നെ ഇനി ബോർഡർ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ഒരുപാട് ബോർഡർ ഒന്നും, ചെറിയ ബോർഡർ മാത്രമേ ഇടുന്നുള്ളൂ. അപ്പം അതെനിക്ക് ഇനിയിപ്പം ഒരു സൈഡ് നമ്മൾ എൻഡ് ചെയ്ത് വരച്ചാലും എന്താണ് മറ്റേ ഫീസ് കൊണ്ട് നമുക്ക് യൂസ് ഇല്ല. അപ്പോൾ ഇതിന് രണ്ടിനെയും ബേസ് ചെയ്ത് ഞാൻ മുകളിൽ ചെറിയൊരു സ്പേസ് വിട്ടതിന് ശേഷം കാർബൺ പേപ്പർ ഫുള്ളായിട്ട് അങ്ങ് വയ്ക്കും. കാർബൺ പേപ്പറിൻ്റെ സൈഡാണ് വരയ്ക്കുന്നത്, വാക്സ് പോലുള്ള സൈഡ് ക്യാൻവാസിനോട് ചേർത്ത് വയ്ക്കും. ചേർത്ത് വെച്ചിട്ട് വാക്സ് പോലുള്ള സൈഡ് കേട്ടോ. എന്നിട്ട് ഈ പ്രിൻ്റ് വരുന്ന സൈഡ് പുറത്തും വയ്ക്കും. പ്രിൻ്റ് വരുന്ന സൈഡ് പുറത്തും വയ്ക്കും കേട്ടോ. പുറത്തും വെച്ചതിന് ശേഷം ഈ ചിത്രം ഇങ്ങനെ ഫുള്ളായിട്ട് അങ്ങ് വയ്ക്കും. വച്ചതിന് ശേഷം പേപ്പർ ടേപ്പ് 4 സൈഡിലും ഒട്ടിക്കും കേട്ടോ. 4 സൈഡിലും പേപ്പർ ടേപ്പ് അങ്ങ് ഒട്ടിക്കും. ഒട്ടിച്ചതിന് ശേഷം നമ്മളിത് ട്രേസ് ചെയ്യണം. ട്രേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്തുകൂടെ വരയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പുറത്തുകൂടെ വരയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബോൾ പെൻസാണ്. ബോൾ പെന്നുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നീല അല്ലെങ്കിൽ ചുമപ്പ് അല്ലെങ്കിൽ പച്ച, കറുപ്പ് ഉപയോഗിക്കരുത്. നമുക്ക് ഏതൊക്കെയാണ് വരച്ചെന്നുള്ളത് വിട്ടുപോകും കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാവുന്ന നീലയോ നീലയോ ചുമപ്പോ പച്ച ബോൾ പെൻ കേട്ടോ. ബോൾ പെൻ. അപ്പോൾ നമ്മളിത് ഇതിനകത്ത് ഇപ്പം ഞാൻ ഇതിൽ വൈറ്റ് അടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. കാർബൺ പേപ്പർ വരച്ചത് വൈറ്റ് അടിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ കാർബൺ പേപ്പർ വച്ചെടുത്ത് അപ്പോൾ എനിക്കിതിനകത്ത് അറിയാൻ പറ്റും കണ്ടോ. നീല കൊണ്ട് വരച്ച് എവിടെയെങ്കിലും വിട്ടുപോയാലും എനിക്കറിയാൻ പറ്റും. ബോൾ പെൻ കൊണ്ട് ഒരുപാട് ബലമൊന്നും ഉപയോഗിക്കേണ്ട. എന്നാൽ അടിയിലൊരു സാധനം കാണും, ഇതുപോലെ ടേബിളിൽ വിരിച്ചിട്ട് നിങ്ങൾ നല്ല സ്വസ്ഥമായിട്ട് വേണം വരയ്ക്കാൻ. അല്ല അടിയിൽ കുറേ ഇങ്ങനെ തിക്കായിട്ട് അതിൻ്റെ പുറത്തൊക്കെ വെച്ച് വരച്ചാൽ ചിലപ്പോൾ ക്യാൻവാസ് തെളിയത്തില്ല. കാരണം ഈ പേപ്പറിന് സാമാന്യം കട്ടിയുണ്ട്. നമ്മൾ ഈ പ്രിൻ്റ് എടുക്കുന്ന പേപ്പർ കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇച്ചിരി ബലം ഉപയോഗിക്കണം. തീരെ ലൈറ്റായിട്ട് വരച്ചാലും നമുക്ക് അടിയിൽ തെളിയണമെന്നില്ല. പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ നല്ല സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള ഒരു ടേബിളിൽ വെച്ച് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ടേബിളിൽ നിങ്ങൾ ഈ ഒരു ചിത്രം വരയ്ക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാൻവാസ് ആയിട്ട് റോൾ ചെയ്ത് മാറ്റാൻ പറ്റും വരച്ച് കഴിയുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് ട്രേസിങ് ചെയ്യുന്നത്. ഇത് നമ്മളിത് എല്ലാ വരകളുടെ പുറത്തുകൂടെയും നമ്മൾ എന്ത് ചെയ്യണം, ട്രേസ് ചെയ്യണം.
ഈ ട്രേസ് ചെയ്യുന്ന വരെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു, കുറച്ച് ഭാഗം ഒന്ന് ട്രേസ് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇത് ചുരുങ്ങിയത് ട്രേസ് ചെയ്യാനുള്ള ഒരു സമയം എന്ന് പറയുന്നത് ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ എടുക്കും കേട്ടോ. ഞാൻ ഒത്തിരി വരെയുണ്ട് ഈ പ്രാവശ്യം. മറ്റേതൊക്കെ വെറും ഔട്ട്ലൈൻ മാതിരി ഉണ്ടായിരുന്നു. അത് ജസ്റ്റാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. ഞാൻ ഇതുവരെ പഠിപ്പിച്ച എനിക്ക് തോന്നുന്നു ഒരു 10-20 ബാച്ചിന്, 20 അല്ല ഒരു 30 ബാച്ചിന് മേളിൽ ക്യാൻവാസ് മ്യൂറൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആ 30 ബാച്ചുകളിലും ഓരോ ബാച്ചിലും ആ സ്ഥിരം സ്റ്റുഡൻസ് കയറിയാലും ഓരോ ബാച്ച് പുതിയത് കയറുമ്പോഴും അവർക്ക് പുതുതായിട്ട് എന്തെങ്കിലും പഠിക്കാനുള്ള ടിപ്സുകൾ എൻ്റെ ഓരോ ചിത്രങ്ങളിലും കാണാറുണ്ട്. ഞാൻ അതായത് എൻ്റെ പഴയ സ്റ്റുഡൻസിനെ കൂടെ പ്രിഫർ ചെയ്തുകൊണ്ടാണ് ഓരോ ചിത്രങ്ങളും അടുത്ത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു ചിത്രം വരച്ചു അയ്യോ എനിക്കറിയാമെന്ന് പറഞ്ഞ് മാറിയിരിക്കാൻ പിന്നെ അടുത്ത ചിത്രത്തിൽ വന്നാൽ എന്തെങ്കിലുമൊക്കെ പുതിയ സാധനങ്ങൾ നമ്മളെ നിന്ന് കിട്ടും. അത് ഉറപ്പാണ് കേട്ടോ. അല്ലേ ജയശ്രീ മാം? ജയശ്രീ മാം അല്ലല്ലോ, നമ്മുടെ കവിതാ മാം ഉണ്ട്, പിന്നെ ആരാ ഉള്ളത്? രാജശ്രീ മാം. കേട്ടോ. അപ്പം ഈ രീതിയിലാണ് ട്രേസ് ചെയ്യുന്നത്. പുതുതായിട്ട് ചെയ്തവർക്കൊക്കെ ഒന്ന് മനസ്സിലാകുന്നുണ്ടോ ട്രേസിങ് വരെയുള്ള മെത്തേഡ്? മനസ്സിലാകുന്നുണ്ടോ? പുതിയ ആൾക്കാരും ഒന്നും റിപ്ലൈ ചെയ്യുന്നില്ല. മനസ്സിലാവുന്നുണ്ട് മാഡം, മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ആരെങ്കിലും അപ്പം നമ്മൾ ഈ രീതിയിലാണ് ട്രേസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ചിത്രത്തിൽ നമ്മൾ ഒരു സൈഡിനെ തുടങ്ങുക കേട്ടോ. എല്ലാ സൈഡിലും നോക്കുക. എന്നിട്ട് നമ്മൾ ബ്ലൂ കളർ ഇട്ടിങ്ങനെ വരച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അല്ലെങ്കിൽ റെഡ് ആണെങ്കിലും നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കയ്യൊക്കെ ഒന്ന് വെച്ച് സെർച്ച് ചെയ്ത് നോക്കുക. എല്ലാ വരകളും വന്നിട്ടുണ്ട്. എന്നിട്ട് മാത്രമേ ഈ സൈഡിലൊക്കെ ഒട്ടിച്ചിരുന്ന പേപ്പർ ടേപ്പ് റിമൂവ് ചെയ്യുള്ളൂ. പേപ്പർ ടേപ്പ് റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ താഴെ നിന്ന് റിമൂവ് എടുക്കും. എടുത്തിട്ട് നമ്മൾ ഈ സൈഡ് അത്രയൊന്ന് പൊക്കി നോക്കുക. ഇവിടെ എല്ലാ വരകളും വന്നിട്ടുണ്ടോ എന്നൊന്ന് സെർച്ച് ചെയ്യുക. അവിടെ ഓക്കെ ആണെങ്കിൽ വീണ്ടും ഇത് ഒട്ടിച്ചതിന് ശേഷം അടുത്തത് ഇവിടെ നിന്ന് ഉയർത്തി നോക്കാം. ഇവിടെ നിന്ന് എല്ലാ വരകളും ഞാൻ വരച്ചെടുത്ത് കാർബൺ പേപ്പർ ഉണ്ടായിരുന്നു. എല്ലാ വരകളും ഉണ്ടോ എന്നൊന്ന് സെർച്ച് ചെയ്യുക കേട്ടോ. അങ്ങനെ ഉണ്ടോ എന്ന് നോക്കി അത് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം. പ്രത്യേകിച്ച് ചിലവരെന്ത് എല്ലാം വരയ്ക്കും, അവസാനം കണ്ണും മൂക്കും വായും വിട്ടു. പിന്നെ അതോടെ ആ ചിത്രം പിന്നെ നമ്മൾ റീപെയിൻറ്റ് ചെയ്തൊക്കെ എടുക്കാൻ ഭയങ്കര പാടാണ്. കാരണം നമ്മൾ പിന്നെ വരയ്ക്കുക എങ്ങനെയൊക്കെ ശ്രമിച്ചാലോ സൈഡിലോട്ടായിപ്പോവും. ആദ്യത്തെ പ്രാവശ്യം വരയ്ക്കുമ്പോൾ കണ്ണിൻ്റെ പൊസിഷനൊക്കെ അങ്ങ് മാറിപ്പോവും. അതുകൊണ്ട് കണ്ണും മൂക്കും ആദ്യമേ അങ്ങ് വരച്ചോളൂ കേട്ടോ. ഫേസ് ആദ്യം വരച്ചങ്ങ് തുടങ്ങിക്കോളൂ കേട്ടോ. അപ്പം ഈ രീതിയിൽ കാർബൺ ട്രേസ് ചെയ്യും. ഇതാണ് 2 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. ആദ്യം ക്യാൻവാസ് ഒരുക്കുന്നത്, വൈറ്റ് കളർ കൊണ്ട് 3 കോട്ട് ചെയ്യുന്നത്, എല്ലാവർക്കും മനസ്സിലായി കാണാം. രണ്ടാമത് നമ്മൾ ഇത് ക്യാൻവാസിൽ ഡിസൈൻ സെറ്റ് ചെയ്യുന്ന രീതിയാണ് കാണിച്ചു തന്നത് കേട്ടോ. ഡിസൈൻ സെറ്റ് ചെയ്യുന്നത് പിന്നെ ട്രേസ് ചെയ്യുന്ന മെത്തേഡുമാണ് കാണിച്ചു തന്നത്. ഇത് ഓക്കെ ആയതുകൊണ്ട് ഇനി ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്ത് വെക്കണം. അതായത് 4 മണിക്കൂറത്തെ 2-3 മണിക്കൂറത്തെ ജോലി ആദ്യം പറഞ്ഞു, അല്ല ഒരു മണിക്കൂറത്തെ ജോലി പറഞ്ഞു, പിന്നെ 4 മണിക്കൂറത്തെ ജോലി പറഞ്ഞു, ഇനിയും ഒരു 4 മണിക്കൂറത്തെ ജോലിയും കൂടെ ഉണ്ട് ബാലൻസ് കേട്ടോ. മൂന്നാമത്തെ ഇത് അതുകൂടെ ചെയ്തിട്ട് വേണം തിങ്കളാഴ്ച കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ ജോലികളൊന്നുമില്ല. ക്ലാസ്സിൽ 1 മണിക്കൂർ നിങ്ങൾ കൂടെ എന്നോടൊപ്പം വർക്ക് ചെയ്താൽ ഉറപ്പായിട്ട് ഞാൻ ഗ്യാരണ്ടി തരാം ഈ ചിത്രം നിങ്ങൾക്ക് നമുക്ക് പൂർത്തിയാക്കാം. ഞാനും ഒപ്പം ഈ ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ മാറ്റി വെച്ച് ഈ 4 ദിവസം കൊണ്ട് വർക്ക് ചെയ്താലേ എനിക്ക് നിങ്ങളോടൊപ്പം ക്ലാസ്സിൽ കൃത്യമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഞാനും അങ്ങനെ വിചാരിച്ചു. ഞാൻ അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ കോഴ്സ് ഡിസൈഡ് ചെയ്തപ്പം തന്നെ ഡിസൈഡ് ചെയ്തു. മിക്കപ്പോഴും എൻ്റെ ചിത്രങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. കുട്ടികൾ നന്നായിട്ട് വരയ്ക്കും. എൻ്റെ ചിത്രം ഭംഗിയാക്കാനല്ല ഞാൻ ശ്രദ്ധിക്കുന്നത്, എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും നന്നായിട്ട് വരയ്ക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർക്ക് മനസ്സിലാവുന്ന റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പം എന്ത് ചെയ്യത്തില്ല, എൻ്റെ ചിത്രം നല്ല രീതിയിൽ പൂർത്തിയാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം കൃത്യമായൊരു പ്ലാനിങ്ങോട് കൂടിയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. നമുക്കൊരു കഴിഞ്ഞു. ഇനി ഒരു ബോർഡർ കൂടെ ഉള്ളൂ. ബോർഡർ കൂടെ ഉള്ളൂ മാം. ബാക്കി ഞാൻ ഇടാം, ഫോട്ടോ ഇടാം. മാം ഈ ചിത്രത്തിന്റെ ബോർഡ് കളർ ഒക്കെ തീരുമാനിച്ചാണോ? ഏതാ ഇപ്പൊ നമ്മൾ വരയ്ക്കുന്ന ചിത്രം? ഒരെണ്ണം യെല്ലോയും ഒരെണ്ണം ഒരു സ്കിൻ ടോണിലെ വൈറ്റും ആണ് കേട്ടോ. ഡ്രസ്സാണ് നമ്മൾ കുറച്ച് അട്രാക്റ്റീവ്. അതായത് നമ്മളൊരു
ഒരെണ്ണം യെല്ലോ ഫിഗറാണ്. യെല്ലോ തന്നെയാണ് മ്യൂറലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യെല്ലോ, ഗോൾഡൻ യെല്ലോ കളറിലാണ് ഒരു ഫിഗർ. ഒരെണ്ണം സ്കിൻ ടോൺ വൈറ്റ് ആണ് കേട്ടോ. ഓക്കെ, ഡ്രസ്സുകൾ കുറച്ചുകൂടെ കളർഫുള്ളായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഓറഞ്ച് വരുന്നുണ്ട്, ഗ്രീൻ വരുന്നുണ്ട്, പിന്നെ റെഡ് വരുന്നുണ്ട്, ബ്ലൂ വരുന്നുണ്ട് കേട്ടോ. ഇത്രയും കളേഴ്സിൽ ഡ്രസ്സുകളിൽ വരുന്നുണ്ട്. ബ്ലൂ ഒരുപാട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഹൈലൈറ്റ് മാത്രം ബാക്ക്ഗ്രൗണ്ട് മൊത്തം നമ്മളൊരു ട്രഡീഷണൽ പില്ലേഴ്സിൻ്റെ ഒരു കളറിങ് സ്റ്റൈലിലോട്ടാണ് പോകുന്നത്. അത് ഒറ്റ ലെവൽ കളറിങ് ആണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഈ ബാക്കിൽ ഒരുപാട് ഡിസൈനൊന്നും കണ്ട് പേടിക്കേണ്ട. അതൊക്കെ നമ്മൾ ഒറ്റ കളറിങ്, അതായത് ആദ്യം നമ്മൾ ബാക്ക്ഗ്രൗണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. ആദ്യം അപ്പം നമുക്ക് ബ്രഷും കളറും കോമ്പിനേഷനും ഡോട്ടും ഷെയ്ഡും എല്ലാം പഠിക്കാൻ പറ്റും കേട്ടോ. ഇതിന് ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത്, നമ്മളിപ്പോൾ ട്രേസിങ് വരെയുള്ള സ്റ്റെപ്സായി. ഒരു സ്റ്റെപ്സ് കൂടെ പറഞ്ഞു നിന്നിട്ട് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എബിമോനെ, ഈ കപ്പിൽ വെള്ളം എടുത്തേ. അപ്പോൾ വെള്ളം മറന്നു. ഇനി വന്നേ. നമ്മൾ സാധാരണ എല്ലാത്തിലും ഇതിനകത്ത് വെള്ളം എടുത്ത് പെട്ടെന്ന് സാധാരണ എല്ലാ ചുവർ ചിത്രങ്ങളും നമ്മൾ യെല്ലോ കളർ കൊണ്ടാണ് ഔട്ട്ലൈൻ വരയ്ക്കുന്നത് കേട്ടോ. യെല്ലോ കളർ കൊണ്ട് ഔട്ട്ലൈൻ വരച്ചതിന് ശേഷമാണ് ചുവർ ചിത്രം. പക്ഷെ ഞാൻ ഇതിനകത്ത് മ്യൂറൽ റെഡ് എന്ന് പറയും കേട്ടോ. ചുവർ ചിത്രത്തിൻ്റെ പരമപ്രധാനമായ കളറാണ്. ആദ്യം ചെയ്യുമ്പോൾ ഫേസൊക്കെ ലാസ്റ്റ് നിങ്ങൾ ചെയ്യാവും. മ്യൂറൽ റെഡ് വെച്ചാണ് ഔട്ട്ലൈൻ വരയ്ക്കേണ്ടത്. കാരണം നമ്മളത് അപ്പോഴും തന്നെ ഫില്ല് ചെയ്ത് പോവുകയാണ്. എളുപ്പ വഴിയിൽ കുറച്ചുകൂടെ ചെയ്യാൻ വേണ്ടിയാണ് വളരെ തിന്നായിട്ട് 000 എന്ന ബ്രഷ് യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ ബ്രഷ് മിക്സ് ചെയ്യുന്നത് ഇപ്പം കാണിക്കാൻ മ്യൂറൽ റെഡിൻ്റെ കോമ്പിനേഷനാണ് കാണിക്കുന്നത് കേട്ടോ. മ്യൂറൽ റെഡിൻ്റെ കോമ്പിനേഷൻ ഇതുപോലത്തെ ബൗളാണ് നമ്മൾ കൂടുതൽ മിക്സ് ചെയ്യാൻ എടുക്കുന്നത്. നമ്മൾ ഈ കളറിനെ പറയുന്നത് സ്കാർലറ്റ് റെഡ് എന്നാണ് കേട്ടോ. നമ്മുടെ മ്യൂറലിൻ്റെ പ്രധാനപ്പെട്ട റെഡാണ്. ക്രിംസൺ റെഡല്ല യൂസ് ചെയ്യുന്നത്. സ്കാർലറ്റ് എന്ന് പറഞ്ഞാൽ ഓറഞ്ച് പോലുള്ള ഒരു റെഡാണ് കേട്ടോ. ഇത് ഓറഞ്ചിൻ്റെ ഡാർക്കായിട്ടുള്ള ടോണാണ് കേട്ടോ. ഇത് നമ്മൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ കുറച്ച് കളറ് കേട്ടോ, കുറച്ച് കളറ് ഇതിൻ്റെ പകുതി അളവിൽ, ഹാഫ് അളവിൽ നമുക്കിതിനകത്തൊരു ബ്രൗൺ ഉണ്ട്. അതിന് പേര് പറയുന്നത് ബേൺ സീന എന്ന് കേട്ടോ. ഈ ഒരു കളറിനെ പറയുന്നത് ബ്രൗൺ കേട്ടോ, ബേൺ സീന എന്നാണ് പറയുന്നത് കേട്ടോ. ഈ കളർ എത്ര എടുക്കുന്നോ ആ കളറിൻ്റെ നേര് ഹാഫ് അളവിൽ കേട്ടോ, നേര് ഹാഫിൽ 2:1 ആണ്. സ്കാർലറ്റ് റെഡ് രണ്ട് ഡ്രോപ്പ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി അളവിൽ ബേൺ സീന എടുക്കും കേട്ടോ. ബേൺ സീന എടുത്തതിന് ശേഷം നമ്മളൊരു വലിയ ബ്രഷ് വച്ചിരിക്കണം കേട്ടോ. അതിനകത്ത് വെള്ളം നമ്മളിത് ആഡ് ചെയ്യാണ് കേട്ടോ. കുറച്ച് ലിക്വിഡായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇത് ആഡ് ചെയ്യുന്നു. ഇത് നല്ല ഏതെങ്കിലും ഒരു ബ്രഷ് എടുത്ത് വെച്ച് നന്നായിട്ട് ഈ കളറിനെ വെള്ളമായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് നമ്മൾ 2 കളർ ആയതുകൊണ്ട് തന്നെ കുറച്ച് കട്ടകളൊക്കെ കാണും. അപ്പോൾ അത് നന്നായിട്ട്, അതിനാണ് നമ്മളിങ്ങനത്തെ ബൗൾ എടുക്കുന്നത്. ഡിഷിലൊന്നും പോരാ, ഇതുപോലെ ബൗൾ നമ്മൾ പണ്ടത്തെ വീട്ടിൽ ഐസ്ക്രീം ബൗളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിന് ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ നമുക്കത് റൗണ്ട് പോലത്തേക്ക് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത് കേട്ടോ. മ്യൂറൽ റെഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ട്രഡീഷണൽ ശൈലിയാണെങ്കിൽ കുറച്ചുകൂടെ ബ്രൗണിൻ്റെ അളവ് കൂട്ടും. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ കളർഫുള്ളായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ബൺസീന ഒത്തിരി അങ്ങ് ഡാർക്കല്ല കേട്ടോ. ഇതൊരു ലിക്വിഡ് രൂപത്തിൽ, അതായത് ഒരു ഇങ്കിൻ്റെ കട്ടിയിലാണ് നമ്മൾ ഈ ഒരു കളർ മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതാണ് കളർ കോമ്പിനേഷൻസ്. ഇത് നമുക്ക് 000 ഉണ്ട്, അവിടെ എഴുതിയിട്ട് 000 എന്ന ബ്രഷാണ് കേട്ടോ. 000 ആണ് ബ്രഷ്. ഈ ബ്രഷിൻ്റെ ടിപ്പ് കണ്ടോ, ടിപ്പ് മാത്രമാണ്, ഫുൾ ഇങ്ങനെ മുക്കിയൊന്നും എടുക്കത്തില്ല. ടിപ്പ് മാത്രം ഇങ്ങനെ മുക്കും. ഇങ്ങനെ നമ്മൾ ആ ബ്രഷിലെ കളറിനെ ഇങ്ങനെ മാറ്റും. ടിപ്പ് ഇങ്ങനെ മുക്കും, ഇങ്ങനെ നോക്കും. ഇതിനെ ഡ്രൈ ആക്കാന്നാണ് പറയുക കേട്ടോ. ഞാൻ ഡ്രൈ ആക്കാന്നാണ് പറയുന്നത്, ഇങ്ങനെ പേരല്ല, ഞാൻ ഇടുന്ന പേരുകളാണ് കേട്ടോ. ജസ്റ്റ് ടിപ്പ് ചെയ്ത് ഇങ്ങനെ കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ട്രേസ് ചെയ്ത് വരച്ചിരിക്കുന്നതിൽ 000 ബ്രഷ് ചിലപ്പോൾ കൈയൊക്കെ ഇങ്ങ് വരയ്ക്കും കേട്ടോ. എനിക്ക് വരെ എപ്പോഴും വരയ്ക്കും. അതൊക്കെ സ്വാഭാവികമാണ് കേട്ടോ, കൈ ബാലൻസിങ്. ഇതിൻ്റെ പുറത്തുകൂടെ കഴിയുന്നതും തിന്നായിട്ട് വരയ്ക്കുക. ഒരു അല്പം തിക്കായി എന്ന് പറഞ്ഞൊന്നും വിഷമിക്കേണ്ട കേട്ടോ. അങ്ങനെ ഒരു കളറും തിക്കായിപ്പോയി നമുക്ക് അക്രിലിക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പുറത്ത് വൈറ്റ് വയ്ക്കാം, വേറെ കളർ വെച്ച് ശരിയാക്കാം. എല്ലാത്തിനും പരിഹാരമുണ്ട്, അതുകൊണ്ട് ഒന്നും വിഷമിക്കേണ്ട. എങ്കിലും നമ്മൾ 8 മണിക്കൂറാവും. അതല്ലേ ഞാൻ പറഞ്ഞത്, കുറച്ചൊന്ന് മാറ്റി വയ്ക്കുന്നത്. പിന്നെ എൻ്റെ ക്ലാസ്സിൽ കൂടെ വർക്ക് ചെയ്താൽ മതി. ഈ 2 ദിവസം നിങ്ങളൊന്ന് വർക്ക് ചെയ്ത് നോക്കൂ. നമുക്ക് തിങ്കളാഴ്ച ആകുമ്പോൾ ഇത്രയും നിങ്ങൾ റെഡിയാക്കി ക്ലാസ്സിൽ കയറുകയാണെങ്കിൽ ക്ലാസ്സിൽ മാത്രം എൻ്റെ കൂടെ ചെയ്താൽ മതി. ആ ചിത്രം സൂപ്പറാക്കി തീർക്കാം കേട്ടോ.
ഇത് നോക്കി, ഇത് ഇങ്ങനെ നമ്മളിത് ഇതിൻ്റെ മൺഡേ ക്ലാസ് എത്ര മണിക്കാ മാം? 8:30 to 9:30 ആണ് നമ്മുടെ ടൈം. 8:30 9:30. ഓക്കെ. അപ്പോൾ നമ്മൾ അടുക്കളയിൽ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് ഫ്രീ ആയിട്ടങ്ങ് ഇരിക്കാം. മറ്റേത് എനിക്കറിയാം ചിലപ്പം ഈ എന്താണ് നമ്മൾ ഫുഡ് കൊടുക്കുന്ന ടൈമൊക്കെ ആയിരുന്നു കുറച്ചൊന്ന് നീട്ടിയാൽ മതി. എന്നിട്ട് നിങ്ങൾ 8:30 റെഡി ആവുന്നുള്ളൂ. ഓഫീസിൽ നിന്നൊക്കെ വന്നവരൊന്ന് ഫ്രഷായി കിച്ചണിലൊക്കെ കയറിയിട്ട് ഞാനും ഒന്ന് റെഡിയായി വരും. വെക്കേഷനായിട്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റെപ്സാണ്. ഏതാ? എല്ലാ ദിവസവും ഉണ്ടല്ലോ. മൺഡേ ടു ഫ്രൈഡേ എല്ലാ ദിവസവും കാണും, അല്ലെങ്കിൽ മൺഡേ ടു തേഴ്സ്ഡേ എങ്കിലും ഉണ്ട്. നമുക്ക് 10 ദിവസത്തെ ക്ലാസ്സാണ്. 2 ആഴ്ച കൊണ്ട് തീർക്കാനാണ് മാക്സിമം ശ്രമിക്കുന്നത്. പിന്നെ ഒന്ന് ലാഗ് ആവുകയാണെങ്കിൽ മാത്രം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അസൗകര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ മാത്രം ചിലപ്പോൾ ഇതിനെ മൺഡേ ടു ഫ്രൈഡേ തന്നെയാണ് ക്ലാസ്സുകൾ വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വേറെ 2 കോഴ്സുകളിങ്ങനെ വരുന്നുണ്ട്. നമ്മളൊരു ഗ്ലാസ് പെയിൻറ്റിൻ്റെ ക്ലാസ്സും 6-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കുട്ടികളും മുതിർന്നവരുണ്ട്. അപ്പം അങ്ങനെ 2 കോഴ്സുകൾ ഉള്ളത് കൊണ്ട് ഒത്തിരി നീണ്ടുപോയി കഴിഞ്ഞാൽ കോഴ്സുകൾ വീണ്ടും ഡിലേ വരും. കഴിയുന്നത് നിങ്ങൾ നോക്കുക, നിങ്ങൾ ഈ ഒരു മൺഡേക്കുള്ളിൽ എല്ലാവരും ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് വയ്ക്കുക. എങ്കിലേ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളത് പെൻഡിങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എൻ്റെ കൂടെയുള്ള എൻ്റെ സ്റ്റുഡൻസ് എൻ്റെ ക്ലാസ് മോശമായിട്ട് ആരും ക്ലാസ്സുകൾ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുന്നില്ല. പക്ഷേ അവർ പറയുന്നൊരു എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് പിടിച്ച വർക്കുകളുടെ ഇടയിൽ വീട്ടിൽ വന്ന് അത് കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടുന്നില്ല. അപ്പം പല കോഴ്സുകൾ ആഗ്രഹം കൊണ്ട് ജോയിൻ ചെയ്യും, കുറച്ച് ചെയ്യും, പിന്നെ അത് സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് അവിടെ ഇനി ഇരുന്ന് പോവും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാതെ അടുത്ത കോഴ്സിന് എങ്ങനെ മാം ചേരുന്നത് എന്നാണ് എന്നോട് പറയുന്നത്. അപ്പം ദയവായിട്ട് അത് ഞാനൊരു സജഷനായിട്ട് പറയുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം നേടാനായിട്ട് നമ്മൾ ചിലപ്പം എന്ത് ചെയ്യും, കുറച്ച് സമയം മാറ്റിവെക്കും. പ്രധാനമായിട്ട് നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന സമയം നമ്മൾ ഉറക്കമോ നമ്മൾ ഏർലി മോർണിംഗ് എണീക്കുകയൊക്കെയാണ്. അപ്പം ഈ ഒരു 10 ദിവസം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നല്ലൊരു പെയിൻറ്റിങ് ആക്കാനായിട്ട് ഒരു സമയം സ്പെൻഡ് ചെയ്യുക. നമ്മൾ ആ ഒരു സമയം മാറ്റി വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കുക തന്നെ ചെയ്യും കേട്ടോ. നമുക്ക് എല്ലാവരും, എനിക്കറിയാം എല്ലാവരും ഒത്തിരി ഇങ്ങനെ പല സിറ്റുവേഷൻസിലുള്ളവരാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. നമ്മൾ മാറ്റി വെച്ച് പിന്നെ റെക്കോർഡൊക്കെ കണ്ട് പിന്നെ നമ്മൾ നോക്കിയൊക്കെ ചെയ്യുന്നതിന് നടക്കുകയൊന്നുമില്ല കേട്ടോ. അത് ഭയങ്കര പാടാണ്. അതുകൊണ്ട് കഴിയുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ്. നമ്മുടെ ഗ്രൂപ്പിലില്ലാത്ത ഞാൻ മറ്റു ഗ്രൂപ്പുകളിൽ 1-2 ഗ്രൂപ്പുകളിൽ ലിങ്ക് ഇട്ടു. വേറെ ആരെങ്കിലുമൊക്കെ ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. അതിൻ്റെ പിക്ചേഴ്സുകളൊക്കെ ചെയ്യാം. ഈ ഗ്രൂപ്പിൽ തന്നെ ജോയിൻ ചെയ്ത് പേയ്മെൻറ്റ് അടയ്ക്കാത്തവർക്ക് ഞാൻ പിക്ചർ കൊടുത്തിട്ടില്ല. അപ്പം കഴിഞ്ഞു ക്ലാസ് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ക്ലിയർ ചെയ്യുന്നേ ഉള്ളൂ. ആർക്കെങ്കിലും ഇതായിട്ട് ക്ലാസ് കഴിഞ്ഞു, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. റെഡ് ഔട്ട്ലൈനിങ്ങിനോ എന്തെങ്കിലും ഞാൻ റെക്കോർഡ് യൂട്യൂബ് ലിങ്കാക്കി ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തിരിക്കാം. നമ്മുടെ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തിരിക്കാം. ഡാൻസിങ് ക്ലാസ് എന്നുള്ള ആ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തിരിക്കാം. ചോദിച്ചോളൂ. പിന്നെ നമുക്ക് ഞാൻ മേടിച്ചു വെച്ചേക്കുന്നത് വില കുറവാണെന്ന് കരുതിയിട്ട് ബോട്ടിൽ പെയിന്റ് ആണ് വാങ്ങിയത്. അപ്പൊ നമ്മൾ അത്രയും റിസ്ക് എടുത്ത് ചെയ്യുന്നത് കൊണ്ട് അത് മോശമായി പോകുന്നു. മാം മോശമാവത്തില്ല, സെയിം എഫക്റ്റ് തന്നെയാണ് കളർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. പിന്നെ നമ്മൾ ഈ പുറത്തോട്ടൊക്കെ വയ്ക്കുന്ന ഫെവിക്കോൾ കണ്ടൻറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് ഫെയ്ഡ് ആവാം കേട്ടോ. പലരും ആദ്യകാലത്തൊക്കെ ഞാനുമൊക്കെ വലിയ പേയ്മെൻറ്റ് നമുക്കിപ്പോൾ ഇത്രയും മേടിക്കുമ്പോൾ 1000 രൂപയൊക്കെ ആകുന്നത് കൊണ്ട് ഞാൻ ബോട്ടിൽ കളറാണ് ഉപയോഗിച്ചത്. അപ്പോൾ ആ ചിത്രങ്ങളൊക്കെ പഴയ അക്രിലിക് വെച്ച് ചെയ്ത ചിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ് ഭയങ്കര ഡള്ളാണ് കേട്ടോ, ഭയങ്കരമായിട്ട് ഫെയ്ഡായിട്ടുണ്ട്. അപ്പം അതിന് ആ ഒരു ക്വാളിറ്റിയേ ഉള്ളൂ. പിന്നെ നമുക്കൊരു ഫസ്റ്റ് ടൈം ചെയ്യുന്നതെന്നുള്ളത് ചെയ്തേക്കാം. അത്യാവശ്യം അതിനകത്ത് എല്ലാ കളറും അല്ലെങ്കിലും യെല്ലോ, സ്കാർലറ്റ് റെഡ്, ബേൺസീന് ഈ 3 കളറുമാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. മറ്റതൊക്കെ കുറച്ചേ വരുന്നുള്ളൂ കേട്ടോ. ഈ 3 കളേഴ്സും ട്യൂബ് തന്നെ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ക്രോമല്ലോ എന്ന് പറയുന്ന കളറ്, ബേൺസീന, സ്കാർലറ്റ് റെഡ്. അതുകൊണ്ടൊന്ന് മേടിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഔട്ട്ലൈൻ വരയ്ക്കുന്നത് നമുക്ക് ഇത് വെച്ച് അതിനും വരയ്ക്കും. കാരണം നമ്മൾ പിന്നെ എല്ലാം കളർ ഫില്ലായി വരുമല്ലോ. പിന്നെ ഒരു വൈറ്റ് ബോട്ടിൽ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പം 1 ടൈം ഒന്ന് 3 പ്രാവശ്യം ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. 3 പ്രാവശ്യം അത് മതി മാം. ഒരു പ്രാവശ്യം ഒരു അടപ്പിലെടുക്കുക. നമുക്കൊരു ഈ ഒരു ക്യാൻവാസിൽ 3 പ്രാവശ്യം ചെയ്യാൻ ഒരു ബോട്ടിൽ ആവശ്യമില്ല. ഒരു 3/4 ബോട്ടിലൊക്കെ ആവുന്നുള്ളൂ.
ആയിരുന്നു. കേട്ടോ. അപ്പൊ ഒരു ബോട്ടിലിന്റെ ആവശ്യം വരുന്നുള്ളൂ അല്ലേ? ഒരു ബോട്ടിലിൻ്റെ ചെറിയൊരു ബോട്ടിലിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. വൈറ്റ് ഞാൻ ഒരെണ്ണേ വാങ്ങിയുള്ളൂ. മതി മതി മതി. അതിലൊരു 3/4 ബോട്ടിലേ നമുക്ക് വരത്തുള്ളൂ. ആദ്യം അതിൽ ഒരു അടപ്പ് ഫുള്ളായിട്ടങ്ങ് ഒഴിക്കുക, അതിനൊരു ബൗളിലോട്ട് ഒഴിക്കുക, അതിനൊരു 5 ഡ്രോപ്പ് വെള്ളം ഒഴിക്കുക. അപ്പോൾ തന്നെ ഒറ്റ പ്രാവശ്യം ഒരു 3 പ്രാവശ്യം ഒഴിക്കാനുള്ളത്. പിന്നെയും നമുക്ക് അത്യാവശ്യം ടച്ചപ്പ് ചെയ്യാനൊക്കെ ഉള്ളൊരു വൈറ്റ് ഇതിനകത്ത് കാണും. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്? ഒന്ന് ട്രേസ് ചെയ്തിട്ടേ നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഫോട്ടോ പോസ്റ്റ് ചെയ്ത് എന്തെങ്കിലും ട്രേസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ടേ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഇടുകയോ അല്ലെങ്കിൽ ഗ്രൂപ്പിലിടാൻ മടിയുള്ളവർക്ക് എനിക്ക് പേഴ്സണൽ ഇടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ 2 നമ്പറുകളുണ്ട്. എങ്കിലും ഞാൻ ലൈവായിട്ട് എപ്പോഴും വോയിസ് ഇടുന്ന നമ്പറാണ് കൂടുതൽ ആക്റ്റീവായിട്ട് എൻ്റെ കയ്യിലുള്ളത്. കോൾ ചെയ്യുന്ന മറ്റേ നമ്പറാണ്. 2 നമ്പറും എൻ്റെ കയ്യിൽ എൻ്റേതുള്ളതാണ്. ഞാനത് ഗ്രൂപ്പ് അഡ്മിൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 2 നമ്പറിലിട്ടാൽ ഞാൻ ശ്രദ്ധിക്കും. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ അതിനകത്ത് ചോദിച്ചാൽ മതി കേട്ടോ. കളർ മേടിക്കുമ്പോഴും എന്തായാലും നിങ്ങൾക്ക് സജഷൻസ് ചോദിക്കാം കേട്ടോ. ക്ലാസ് ഓക്കെ ആണെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടുള്ളവർ ഇന്നത്തെ ക്ലാസ്സിൽ പുതുതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്. ഭയങ്കര രസമുള്ളൊരു ചിത്രമാണ്. നിങ്ങൾക്കത് എന്തായാലും യൂസ്ഫുള്ളായിരിക്കും. ഉറപ്പായിട്ടും നിങ്ങളത് എവിടെയെങ്കിലും ഒക്കെ കാണിക്കുമ്പം നിങ്ങൾ ഇതുവരെ കണ്ട ചിത്രങ്ങളിൽ നിന്ന് എൻ്റെകളുടെ ഡിഫറൻ്റായിട്ട് ഒരുപാട് കളർ ടോണുകളും കളർ മിക്സ് ചുവർ ചിത്രങ്ങളിൽ ഉപയോഗിക്കുന്ന എല്ലാ തരത്തിലുള്ള കളറിങ്ങുകളും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കോമ്പിനേഷൻ, ഷെയ്ഡിങ്, ഡോട്ട്, ലൈൻസ്, ടെക്നിക്സുകളെല്ലാം നമ്മൾ ഈ ചിത്രത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. മാം ഇത് റെക്കോർഡിംഗ് കിട്ടൂലേ മാം? കിട്ടും കിട്ടും. ഇന്നത്തെ ക്ലാസ്സസിന്റെ റെക്കോർഡ് നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും കേട്ടോ. ഇന്ന് വേണ്ട, ഇന്നിപ്പോ കുഴപ്പമില്ല. മൺഡേ ഞാൻ കേറില്ല, ഇടയില് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ 15th വരെ കുറച്ച് പ്രശ്നമാണ്. കുഴപ്പമില്ല മാം, ഞാൻ യൂട്യൂബ് ലിങ്ക് ആയിട്ടായിരിക്കും തരുന്നത്. നിങ്ങൾക്ക് ലൈവ് സെക്ഷൻസിന്റെ ക്ലാസ് തന്നെയാണ് കണ്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ പ്രിന്റ് ഒന്നും എടുത്തിട്ടില്ല മാം, നാട്ടിൽ പോയിട്ട് എടുക്കുള്ളൂ. കുഴപ്പമില്ല, ക്യാൻവാസ് അങ്ങനെ ഡിലേ ഉണ്ടാവും, എന്നാലും ഞാൻ ചെയ്യും. ഓക്കെ 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 മതി മാം. 16-ാം തീയതി അല്ലേ വരുന്നത് നാട്ടിലോട്ട്? അല്ല, പാക്ക് ചെയ്തോണ്ടിരിക്കുക. നാളെ ഇന്ന് രാത്രി പുറപ്പെടും. ഓ ഓക്കെ മാം. ഇതിനകത്ത് വേറെ ഏതോ 2 സാറന്മാരൊക്കെ എനിക്ക് ആരൊക്കെയോ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ജസ്റ്റ് എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ടാൽ മതി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലേ എനിക്ക് പേഴ്സണലി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ബൈ ബൈ. മൺഡേ കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാവരും ചെയ്യുക കേട്ടോ. ബോബി മാം ഇന്ന് തന്നെ തീർക്കുമെന്ന് തോന്നുന്നു കേട്ടോ. ഇല്ലേ മാം? താങ്ക് യു മാം. ഓക്കെ ഓക്കെ ബൈ ബൈ.